റോമക്കാരായ അധികാരമുള്ള പോലീസുകാരും റോമക്കാരുടെയും കുറ്റവാളികളെ കൊല്ലുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. അതിലൊരു ശൈലിയായിരുന്നു പച്ച മനുഷ്യനെ, അല്ലെങ്കിൽ കൊലപാതക കുറ്റത്തിന് പിടിക്കപ്പെട്ട ഒരു മനുഷ്യനെ ചത്ത ഡെഡ് ബോഡിയോട് ചേർത്ത് അവര് വരിഞ്ഞു മുറുക്കി കെട്ടുമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ ക്രൂശിക്കാൻ അവർ കൊലപാതക കുറ്റത്തിന് വിധിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുവന്ന് ഒരു മരിച്ച ഡെഡ് ബോഡി എടുക്കും. എന്നിട്ട് ജീവനുള്ള മനുഷ്യനെ ആ ചത്ത ശവശരീരത്തോട് ചേർത്ത് കെട്ടിയിട്ട് വലിഞ്ഞു മുറുക്കി കെട്ടിയിട്ട് ജീവനുള്ള മനുഷ്യനെ ആ വലിച്ചു മുറുക്കി കെട്ടിയ ഡെഡ് ബോഡിയുമായിട്ട് ക്രൂശിൽ കയറ്റിയിടും. അത് ക്രൂശ് ഉണ്ടാക്കിയിടുന്നത് തെരുവിലാണ്. ആളുകൾ കടന്നു പോകുന്നതിൻ്റെ വഴിവെക്കിലാണ് അവർ ഈ ക്രൂശ് നാട്ടുന്നത്. ദൂരത്തു നിന്ന് വരുന്നവർ നോക്കുമ്പോൾ ഒരു സൈഡ് മരിച്ച ഡെഡ് ബോഡി, മറുഭാഗത്ത് ജീവനുള്ള മനുഷ്യൻ്റെ ശരീരം, ഒരു ഭാഗത്ത് ചത്ത ശരീരം, മറുഭാഗത്ത് തുടിക്കുന്ന ശരീരം. എഫ്രീമിനെ കുറിച്ച് പറഞ്ഞതുപോലെ മറിച്ചിടാത്ത ദോശ പോലെ, ഒരു ഭാഗം വെന്തത് മറ്റൊരു ഭാഗം വേകാത്തത് പോലെ അങ്ങനെ തൂങ്ങിക്കിടക്കും. ശ്രദ്ധിക്കണം കേട്ടോ. തന്നെ ചേർത്ത് കെട്ടിയിരിക്കുന്ന ആരോടാണെന്നറിയാമോ? ചത്ത ശവത്തോടാണ് കെട്ടിയിരിക്കുന്നത്. ഏകദേശം 24 മണിക്കൂർ മുതൽ 5 ദിവസം വരെ ഈ ശവശരീരം അല്ലെങ്കിൽ ഈ ജീവനോട് ക്രൂശിക്കപ്പെട്ട മനുഷ്യൻ ക്രൂശിൽ കിടക്കും. അങ്ങനെ ക്രൂശിൽ കിടക്കുമ്പോൾ ഈ ശവശരീരത്തോടൊപ്പം കിടക്കുന്ന ഈ ജീവനുള്ള മനുഷ്യന് സംഭവിക്കുന്ന എന്താണെന്ന് അറിയാമോ? 24 മണിക്കൂർ കഴിയുമ്പോൾ ആ ബോഡി അങ്ങ് അഴുക്കാൻ തുടങ്ങും, ആ ബോഡി അങ്ങ് ചെയ്യാൻ തുടങ്ങും. തന്നെ വലിച്ചു മുറുക്കി കെട്ടിയിരിക്കുന്ന ഈ മനുഷ്യൻ്റെ കൈകൾ അടുത്ത് ഇതിനകത്ത് ഈ വ്രണം, ഈ പൊട്ടുന്നതെല്ലാം ഈ ജീവനുള്ള ശരീരത്തിലേക്ക് ഒഴുകിയിറങ്ങാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ തൻ്റെ ഹാർട്ട് പൊട്ടാൻ തുടങ്ങും, തൻ്റെ അകത്തുള്ള ഓർഗനൈസ് എല്ലാം പൊട്ടാൻ തുടങ്ങും. പൊട്ടിക്കഴിയുമ്പോൾ ദുർഗന്ധം ഭവിക്കാൻ തുടങ്ങും. അത് ഈ മനുഷ്യനിലേക്ക് ഒഴുകാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഈച്ചകളും പ്രാണികളും എല്ലാം വന്ന് ഈ ചത്ത ശവത്തെ അങ്ങ് പൊതിയും. ആ പൊതിയുന്ന കൂട്ടത്തിൽ ജീവനുള്ള ശരീരമായി കിടക്കുന്ന മനുഷ്യനെയും ഇതങ്ങ് കവർ ചെയ്ത് പൊതിഞ്ഞു വെക്കും. ഈ കാഴ്ച കണ്ടിട്ട് അന്നത്തെ ആളുകൾ വിളിച്ചത് ആരെ? ആ ക്രൂശിൽ ജീവൻ തുടിക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് അവർ വിളിച്ച പേരാണ് അരിഷ്ട മനുഷ്യനെന്ന്. പൗലോസ്ലീഗേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, അങ്ങ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിട്ടും അങ്ങ് 3-ാം സ്വർഗത്തിൻ്റെ പർദീസയുടെ ആഡംബരങ്ങൾ കണ്ടിട്ടും ദൈവദൂതന്മാരുടെ ഭാഷ അങ്ങ് കേട്ടിട്ടും അങ്ങ് പറയുന്നു ഞാൻ അരിഷ്ട മനുഷ്യനാണെന്ന്. എനിക്കൊരു ചോദ്യം 15-ാമത്തെ രാത്രി അങ്ങോട്ട് ചോദിക്കാനുണ്ട്. അങ്ങയെപ്പോലെ ലേഖനം എഴുതിയ മറ്റൊരു മനുഷ്യനെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങയെപ്പോലെ ജ്ഞാനമുള്ള വേറെ ആരുണ്ട്? ഇത്രയും ദൈവസഭയ്ക്ക് ദൈവിക ദൂത് കൈമാറിയ അങ്ങയെപ്പോലെ വേറെ ആരുണ്ട്? അങ്ങാണ് പറയുന്നത് ഞാൻ അരിഷ്ട മനുഷ്യനെന്ന്. ഒന്ന് പറഞ്ഞു തരാമോ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? പൗലോസ് പറയും, ഒരു സൈഡ് ജീവൻ തുടിക്കുന്നുണ്ട്, എന്നാൽ എൻ്റെ ജഡത്തിൻ്റെ മറ്റേ ഭാഗത്ത് ജഡത്തിൻ്റെ പ്രവൃത്തി ഉയരുന്നുണ്ട്. ദൂത് മനസ്സിലായോ? 15-ാമത്തെ ദിവസം ഒരു സൈഡ് ജഡവും മറ്റേ സൈഡ് ജീവൻ തുടിക്കുന്ന ആത്മീക ശരീരവും കൊണ്ടാണ് ഞാനും നിങ്ങളും നടക്കുന്നതെങ്കിൽ നമ്മുടെ പേരാണ് അരിഷ്ട മനുഷ്യൻ. ഒന്നുകൂടി പറയാം കേട്ടോ. ഒരു സൈഡ് ആരാധനാലയത്തിൽ വരുമ്പോൾ അവൻ ജീവനുള്ള മനുഷ്യനോ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു സൈഡ് ചത്ത മനുഷ്യനോ മറു സൈഡ് ജീവനുള്ള മനുഷ്യനുമായി നിങ്ങൾ വെളിപ്പെടുന്നെങ്കിൽ, പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടും ഇച്ഛിക്കാത്ത തിന്മ വെളിപ്പെട്ടു വരുന്ന ജഡീക പ്രമാണത്തിന്, ന്യായപ്രമാണമെന്ന ജഡീക പ്രമാണത്തിന് ഞാൻ കീഴ്പ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാണ്. ഒരു സ്വതന്ത്രം പറയാൻ പറ്റുമോ? എന്നാൽ എന്തിനാണ് ഈ ഉപവാസമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അരിഷ്ട മനുഷ്യന്റെ അരിഷ്ടത മാറ്റാൻ ഒരാൾ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ആ മനുഷ്യനിൽ നാം വരുമ്പോഴാണ് നമ്മുടെ അരിഷ്ടത മാറുന്നത്. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. ആമേൻ 7-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ ആമേൻ 1-ാമത്തെ മനുഷ്യനെ നിങ്ങൾ കുറിച്ചു വെക്കണം. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. വായിച്ചോ.
അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? പൗലോസ് ചോദിക്കുന്നു, എന്നെ ആർ വിടുവിക്കും? എന്നെ ആരാ വിടുവിക്കുന്നേ? ഇതിനകത്തൊന്നൊരു വിടുതൽ തരാൻ ആർക്ക് കഴിയും? ഇതിനകത്തൊന്ന് പുറത്തു കൊണ്ടുവരാൻ ആർക്ക് കഴിയും? ഇതിനകത്തൊന്ന് രക്ഷിക്കാൻ ആർക്ക് കഴിയും? അതേ പൗലോസ് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനെ കണ്ടെത്തുന്നു. ആരെയാണ് കണ്ടെത്തുന്ന മനുഷ്യൻ? പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം. ആമേൻ. ആരാണ് വിടുവിക്കാൻ കഴിവുള്ളവൻ? കരമുയർത്തി ഹല്ലേലൂയ പറ. അവൻ എന്നെ ആർ വിടുവിക്കും എന്ന ചോദ്യത്തിന് മറ്റാരും ഉത്തരം കൊടുക്കാതെ പൗലോസ് തന്നെ ഉത്തരം കണ്ടെത്തി. ആരാണ് എന്നെ വിടുവിക്കാൻ കഴിവുള്ളവൻ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ കരമടിച്ചോ, ദൈവത്തെ ആരാധിച്ചോ. ഈ പകൽ രാത്രിയിൽ ആത്മാവിൽ പ്രവചിച്ചുകൊണ്ട് പറയുന്നു, നിന്നെ വിടുവിപ്പാൻ കഴിവുള്ളവൻ ഉലകത്തിൽ വേറെ ആരുമില്ല. മതങ്ങൾക്ക് നിന്നെ വിടുവിപ്പാൻ കഴിയത്തില്ല. അവൻ ഒരു ശക്തിക്കും നിന്നെ വിടുവിപ്പാൻ കഴിയത്തില്ല. കരങ്ങൾ തട്ടി ആത്മാവിൽ ആരാധിച്ച് ഇന്ന് പകൽ രാത്രി വേളയിൽ ദൈവത്തിന് മഹത്വം കൊടുച്ചുകൊണ്ട് പറ, എന്നെ വിടുവിപ്പാൻ കഴിവുള്ള ഒരുവന്റെ അടുക്കല ഞാൻ വന്നിരിക്കുന്നത്. കരം തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി പറ. അത് മറ്റാരുമല്ലെന്ന്. എൻ്റെ വീട്ടുകാരല്ല എന്നെ വിടുവിക്കുന്നത്, എൻ്റെ നാട്ടുകാരല്ല എന്നെ വിടുവിക്കുന്നത്, എൻ്റെ കുടുംബത്തിനകത്ത് പണമുള്ളവരോ ശ്രേഷ്ഠതയുള്ളവരോ അല്ല എന്നെ വിടുവിക്കുന്നത്. എന്നെ വിടുവിക്കാൻ ഞാനും എൻ്റെ കുടുംബവും ഒരാളെ കണ്ടെത്തി. അവന്റെ പേര് സഭ ഒരുമിച്ച് പറ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു. അവൻ ഞാൻ കണ്ട വ്യക്തി ആരാണ്? യേശു ക്രിസ്തു. കരമുയർത്തി പറ ദൈവമക്കളെ, ഉറക്കെ പറ, ഞാൻ കണ്ടുപിടിച്ചത് എൻ്റെ വിടുതലിന് വേണ്ടി, എൻ്റെ സഭയുടെ വിടുതലിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിടുതലിന് വേണ്ടി ഞാൻ കണ്ടെത്തിയ മനുഷ്യനാര്? കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. ഒത്തിരി സന്തോഷം തോന്നിയ ഒരു വാക്യമാണ്. ആമേൻ. നോക്കിക്കേ, എന്നെ വിടുവിപ്പാൻ ആർക്ക് കഴിയും? എന്നെ രക്ഷിക്കാൻ ആർക്ക് കഴിയും എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇന്ന് പകൽ രാത്രി വേളയിൽ ആത്മാവിൽ പ്രവചിച്ചുകൊണ്ട് പറയുന്നു, മതഭേദം എന്നെ, വർഗവർണ്ണ വ്യത്യാസം എന്നെ, നിറ വ്യത്യാസം എന്നെ, ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന യേശുവിന് നിന്നെ വിടുവിക്കാൻ കഴിയും. അത് നാളത്തേക്കല്ല, ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദധ്വനിയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നെ വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ച് ആമേൻ പറ. ചരിത്രങ്ങൾ മാറും. പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ രാത്രി പറയാൻ പറയുന്നു, പ്രത്യക്ഷമായ ചില അടയാള സഹിതം ചില വിടുതലുകൾ നിന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ആത്മാവ് ഞാൻ പ്രവചിച്ചു പറയുന്നു, അതെന്റെ തമ്പുരാൻ ചെയ്യും. ആമേൻ. എനിക്കറിയാം, ഈ 15ാമത്തെ രാത്രിയിൽ ഏതൊക്കെയോ സ്ഥലത്ത്, ഏതൊക്കെയോ മേഖലകളിൽ നിന്നെ വിടുവിക്കത്തില്ല, ഒരു വിടുതൽ തരത്തില്ല എന്ന് വാദിച്ച ആമൻ കെട്ടിയ ചില കെട്ടുകളുടെ മേൽ ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഞാൻ നിന്നെ വിടുവിച്ചിരിക്കും. ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, മാതാവേ, പിതാവേ, പരിശുദ്ധ റൂഹ ഇന്ന് രാത്രി ആലോചന പറയുന്നു, നിന്നെ വിടുവിപ്പാൻ ശക്തനായ ഒരു മനുഷ്യൻ ഈ ലോകത്തിലേക്ക് വന്നു. അവന്റെ പേരത്രേ കർത്താവായ യേശു ക്രിസ്തു. ഉടൽ ഘടക ജഗൽ കരാം തലാരകസി അതന പ്രൗഢി വൽക്കനക്കട്ടം ജലകട്ടാരി ഉടക ജഗനാഥനാരകസേ രബന്ധല. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, അതെ, എനിക്ക് എന്നെ വിടുവിപ്പാൻ കഴിവുള്ള ഒരുവനെ ഞാൻ കണ്ടെത്തി, എന്നെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരുവനെ ഞാൻ കണ്ടെത്തി. അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ആമേൻ. നമ്മുടെ എല്ലാ വിടുതലും ആമേൻ വെച്ചിരിക്കുന്നത് കർത്താവായ യേശുവിലാണ്. ആമേൻ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ അരിഷ്ട മനുഷ്യനെ വിടുവിപ്പാൻ ആരുണ്ടെന്ന് ചോദിച്ച മനുഷ്യൻ തന്നിൽ തന്നെ ഒരു മനുഷ്യനെ കണ്ടെത്തി. അവന്റെ പേരായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. അവനിൽ ആശ്രയിച്ചു, അവനിൽ അഭയം പ്രാപിച്ചു, അവനെ വിളിച്ചപേക്ഷിച്ചു, അവനെ രക്ഷകനാക്കി, അവനെ പിതാവാക്കി, അവനെ തൻ്റെ ജീവിതത്തിൻ്റെ നൗകയിൽ അമരക്കാരനാക്കി. ഇപ്പോൾ അവൻ ആരാണെന്ന് 8:1 വായിച്ചേ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും. ആരെന്നെ വിടുവിക്കും, ആരെന്നെ രക്ഷിക്കുമെന്ന് ചോദിച്ച ചോദ്യത്തിന് 8:1 വന്നപ്പോൾ പൗലോസിന് മറുപടി കിട്ടി. പൗലോസ് പറയുന്നു, ആ ക്രിസ്തുയേശു എന്നെ വിടുവിച്ചത് കൊണ്ട് ഇനി ശിക്ഷയ്ക്ക് എന്നിൽ അവസരമില്ല.
ഒരു മനുഷ്യനും എൻ്റെ നേരെ ശിക്ഷിക്കാൻ വിരൽ ചൂണ്ടാൻ ദൈവം അവസരം തരത്തില്ല. ഈ തിരുവചനത്തിൽ നിന്നും ഒരു മാർമിക സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു. ക്രിസ്തുവേശു നിങ്ങളെ വിടുവിച്ചാൽ ഒരു ശിക്ഷ പോലും വിധിക്കാൻ ഒരു മനുഷ്യന് ദൈവം അവസരം കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടാൻ ഒരു ലൂസിഫറിനെയും എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരു പൈശാചിക മണ്ഡലങ്ങളെ പോലും എൻ്റെ ദൈവം അനുവദിക്കയില്ല. സ്വോത്രം 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 സ്വോത്രം. ആ തിരുവചന സത്യം ഇന്ന് രാത്രിയിൽ ഇതിന്റെ നടുവിൽ വ്യാപരിക്കട്ടെ. ആമേൻ. ചിലർക്കൊരു ധാരണയുണ്ട്. ആമേൻ, സ്തോത്രം. ആകാശത്തോട്ട് നോക്കി മുഷ്ടി യുദ്ധം ചെയ്യുന്നവരുടെ കൂട്ടത്തില നമ്മളെന്ന്. പക്ഷെ തെറ്റുപറ്റി കേട്ടോ. ആർക്കെങ്കിലും അങ്ങനെ ആരെങ്കിലുമൊക്കെ അറിയാത്തവർ ഞങ്ങളിൽ ലൈവിൽ ശ്രദ്ധിക്കുന്നെങ്കിൽ അവർക്കുള്ള മറുപടിയാ, ചുമ്മാ ആകാശത്തോട്ട് നോക്കി അവൻ മുഷ്ടി യുദ്ധം ചെയ്യുന്നവരോ ഐസ് കട്ടൊക്കെ പെയിന്റ് അടിക്കുന്നവരോ വെള്ളത്തിൽ വരവരക്കുന്നവരോ അല്ല. ഞങ്ങൾ കണ്ടാരാധിക്കുന്നവരാ, ഞങ്ങൾ അനുഭവിച്ചാരാധിക്കുന്നവരാ, ഞങ്ങൾ അവനെ തിരിച്ചറിഞ്ഞ് ആരാധിക്കുന്നവരാ. മനസ്സിലായവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നുകൂടി പറയാ, അവനെ കണ്ടാരാധിക്കുന്ന, അവനെ മനസ്സലിഞ്ഞ് ആരാധിക്കുന്ന, അവനെ തിരിച്ചറിഞ്ഞ് ആരാധിക്കുന്ന ഒരു കൂട്ടം ദൈവജനമത്രേ ഇന്ന് പകൽ ഈ രാത്രി ഇതിന്റെ നടുവിൽ ആരാധിക്കുന്നത്. ദൈവമക്കളെ, സന്തോഷത്തോടെ പറ, നമ്മളെ ഏതെങ്കിലും ഊഹാഭോഗത്തിൽ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയതല്ല, മനസ്സിലാക്കിയിട്ട് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയതാ. ആമേൻ 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 ആമേൻ. ഞാൻ ഒരു ദൂതുകൂടി പറയാം കേട്ടോ. ആമേൻ. വിദ്വാൻമാർ കിഴക്കെന്ന് വന്നിട്ട് ഹേരോദാവിനോട് പറഞ്ഞൊരു ചരിത്രമുണ്ട്. എന്താണെന്നറിയാമോ? അവന്റെ നക്ഷത്രം ഞങ്ങൾ കിഴക്ക് കണ്ടു. ഞങ്ങളെ ആന്റി ചുമ്മാ ഇറങ്ങിയതല്ലെന്നേ, ഒരു കൊട്ടിനും പാട്ടിനും ഒരു മേളത്തിനും ഇറങ്ങിയതല്ല, അവന്റെ നക്ഷത്രം കണ്ടതിറങ്ങിയതാ. ഇന്ന് രാത്രിവേളയിൽ ഞാൻ അവനെ കണ്ടിറങ്ങിയതാ. വിശ്വാസമുള്ള എത്ര പേരുണ്ട്? ഞാൻ അവനെ അനുഭവിച്ചിറങ്ങിയതാ. ഞാൻ ചുമ്മാ ഇറങ്ങിയതല്ലെന്നേ, ഞാൻ അവനെ കണ്ടിറങ്ങിയതാ. ദൈവത്തിന്റെ പൈതല്, അവനെ കണ്ടിറങ്ങിയ നിന്റെ പടക് മുങ്ങ എന്റെ ദൈവം അനുവദിക്കയില്ലോ. ഞങ്ങൾ കണ്ടിറങ്ങിയതാ, ഞങ്ങളവനെ കണ്ടിറങ്ങിയതാ, ഞങ്ങളവനെ അനുഭവിച്ചിറങ്ങിയതാ, ഞങ്ങളവനെ മനസ്സിലാക്കി ഇറങ്ങിയതാ, ചുമ്മാ ഇറങ്ങിയതല്ലെന്നേ. സ്വോത്രം 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 സ്വോത്രം. ഞാൻ ഒരു ദൂത് ഈ കഴിഞ്ഞ ദിവസം TD ബാബു പാസ്റ്റർ പറഞ്ഞ ഒരു കൊച്ചു ആശയം അതിനകത്തൊന്ന് അവൻ അടർത്തിയെടുത്തിട്ട് ആ ഒരു ആശയം ഒന്ന് പറയുന്നതുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ. ഒരു കൊച്ചു കാര്യം TD ബാബു പാസ്റ്റർ പറഞ്ഞ് എൻ്റെ ഉള്ളിൽ കത്തിയറിയാൻ പറയാം. ആമേൻ. നക്ഷത്രം കണ്ടിറങ്ങിയവൻ്റെ ജീവിതത്തിൽ ഇടയ്ക്കൊരു ചെറിയ പാളിച്ചമൊക്കെ പറ്റി. എന്ന് വെച്ചാലേ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ കയറണമെന്നത് ആമേൻ അവരുടെ ആശയമായിരുന്നു, ദൈവത്തിൻ്റെ ആശയമല്ല. ഞാനൊരു ചോദ്യം ഒരിക്കൽ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, അവർക്ക് മുൻപേ പോയ നക്ഷത്രം കൊട്ടാരത്തിലേക്കാണോ പോയത്? കൊട്ടാരത്തിലേക്കാണോ പോയത്? അല്ല പോയത്. അന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, തിരുവചനം പഠിക്കാൻ പറഞ്ഞു. പഠിച്ചു വന്നപ്പോൾ മനസ്സിലായെന്നറിയാമോ? ബത്ലഹേമിലേക്ക് പോകുന്ന വഴിയാത്രയുടെ നടുവില, വഴിയാത്രയുടെ മെയിൻ കേന്ദ്ര സ്ഥലത്ത് ഹേരോദാവിന്റെ കൊട്ടാരം ഇരിക്കുന്നേ. ഹേരോദാവിന്റെ കൊട്ടാരത്തിന്റെ നാഷണൽ ഹൈവേ കൂടി വേണം ഇവർക്ക് എവിടെ പോകാൻ? ബത്ലഹേമിലേക്ക് പോകാൻ. അങ്ങനെ നക്ഷത്രം കൊണ്ടുപോകുന്ന പോക്കിൽ അകത്തൊരു മാനുഷിക ചിന്ത, യഹൂദന്മാരുടെ രാജാവ് ജനിച്ചെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കൊട്ടാരത്തിലേക്ക് കയറിയേക്ക. റൂട്ട് മാറിപ്പോയിട്ടും റൂട്ട് തെറ്റാതെ കൊണ്ടുവന്നത് കണ്ടതുകൊണ്ടാ. മനസ്സിലായില്ലല്ലേ? കണ്ടിറങ്ങിയവന്റെ റൂട്ട് അല്പം മാറിയാലും ലക്ഷ്യത്തിലെത്തിക്കുന്ന ഒരു ദൈവത്തെയാ സേവിക്കുന്നത്. അല്പസ്വല്പമൊക്കെ എവിടേക്കോ പിഴച്ചുപോയി, അല്പസ്വല്പമൊക്കെ എവിടെയോ മാറിപ്പോയി, ഒരു ഡെസ്റ്റിനേഷൻ മാറിപ്പോയി, ഭാരപ്പെടണ്ട കേട്ടോ. 15ാമത്തെ ദിവസം നിന്നെ ദൈവം ആ റൂട്ടിലോട്ട് കൊണ്ടുവരുന്നു. ആത്മാവനോട് പറയുന്നു, പ്രാർത്ഥനയുടെ റൂട്ടിലേക്ക്, ആരാധനയുടെ റൂട്ടിലേക്ക്, അഭിഷേകത്തിന്റെ റൂട്ടിലേക്ക്, ദൈവകൃപ റൂട്ടിലേക്ക് ദൈവസഭ മടങ്ങി വരുന്നു, ദൈവമക്കൾ മടങ്ങി വരുന്നു. എന്നോട് ആത്മാവ് പറയുന്നു, ചിലരെ ആ ഡെസ്റ്റിനേഷൻ തെറ്റിപ്പോയത്, പ്രാർത്ഥനയുടെ വഴി അടഞ്ഞുപോയത്, ആത്മാവിന്റെ ദൂതിന്റെ വഴി മാറിപ്പോയത്, ഇന്ന് രാത്രി ചിലരെ അതേ ട്രാക്കിലേക്ക് ദൈവം മടക്കി കൊണ്ടുവരുന്നു. സ്വതന്ത്രം ഇന്ന് രാത്രി മടക്കി കൊണ്ടുവരും.
ഇന്ന് രാത്രി മടക്കി കൊണ്ടുവരും. ഞാൻ ഇന്നിവിടെ രാത്രി നിൽക്കുമ്പോൾ ഒരു പ്രവചന ശബ്ദം എന്നതുപോലെ ഞാൻ ചിലരോട് ദൂത പറയുക, ജോബിനെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി മോനെ നിന്നോട് പറയുക, നിന്നെ ദൈവം തിരിച്ചു കൊണ്ടുവരികയാ. എവിടേക്കാണെന്നറിയാമോ? ആ പണ്ടുണ്ടായ പ്രാർത്ഥനയുടെ അഭിഷേകത്തിലേക്ക് മടക്കി കൊണ്ടുവരും. ആരാധനയുടെ ആത്മാർത്ഥതയിലേക്ക് ദൈവം നിന്നെ മടക്കി കൊണ്ടുവരും. ഈ രാത്രി ആത്മാവ് എന്നോട് പറയുന്നു, അവൻ ഒരു അഭിഷേകത്തിലേക്ക് ദൈവസഭയെ മടക്കി കൊണ്ടുവരും. ആരുടക്കിയോ ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഭാരപ്പെടേണ്ട കേട്ടോ, എവിടെയോ വീണ് പോയി കേട്ടോ, എവിടെയോ പരാജയപ്പെട്ടു പോയി കേട്ടോ, എവിടെയോ ആ അന്തരീക്ഷം മാറിപ്പോയി കേട്ടോ. പരിശുദ്ധാത്മ പറയുന്നു, ഇന്ന് രാത്രി വേളയിൽ ആ ഡെസ്റ്റിനേഷനിലേക്ക്, ആ വഴിയിലേക്ക് എത്തിക്കേണ്ടിടത്ത് അവ തുടരേണ്ടത് പിന്നെയും തുടരാൻ ദൈവം നിന്നെ എത്തിക്കും. ഒരു ദൂത് ആമേ ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അത് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഒത്തിരി ദൈവത്തോട് സ്നേഹം തോന്നിയത്. എടാ, അവൻ യേശു കുഞ്ഞിനെ കൊല്ലുന്ന ഹേരോദാവ് നക്ഷത്രം പോകുന്ന വഴിയറമ്പിലുണ്ടെന്ന് കരുതി നിന്നെ ആ വഴി മാറ്റി ദൈവം കൊണ്ടുപോകുമെന്ന് വിചാരിക്കണ്ട. ഹേരോദാവിന് ദൈവമാരാ? മനസ്സിലായില്ലല്ലേ? ഹേരോദാവിനെ കൊല്ലാൻ, അല്ലെങ്കിൽ യേശു കുഞ്ഞിനെ കൊല്ലാൻ നിൽക്കുന്ന ഹേരോദാവ് നീ സഞ്ചരിക്കുന്ന വഴിയറമ്പിൽ ഉണ്ടെന്ന് പറഞ്ഞാലും അതുവഴി തന്നെ നിന്നെ കൊണ്ടുപോകാൻ ദൈവം അല്ലേ? എനിക്ക് ഹാനി വരുത്തുന്ന ചിലത് വഴിയറമ്പിൽ ഉണ്ടെന്ന് കരുതി റൂട്ട് മാറ്റി കൊണ്ടുപോവില്ല. നിനക്ക് ഹാനി വരുത്താൻ നോക്കുന്നവനെ തകർക്കുന്നൊരു ദൈവത്തെയാ ഇന്ന് രാത്രി സേവിക്കുന്നത്. ഇതൊരു ദൂതാണ്. ആത്മാവിൽ ആരാധിച്ചേറ്റെടുക്ക്. നിനക്കൊരു ഹാനി വരുത്താൻ, നിന്റെ തലമുറക്കൊരു ഹാനി വരുത്താൻ, നിന്റെ കുടുംബത്തിനൊരു ഹാനി വരുത്താൻ അവൻ വഴിയറമ്പിൽ പതിയിരിക്കുന്ന ശത്രുവുള്ള വഴി കൂടി തന്നെ ദൈവം നിന്നെ കൊണ്ടുപോകുമെന്ന് ഇന്ന് രാത്രി ആലോചന പറയുന്നു. ഇതൊരു പുതിയ ദൂതാണ്. ഞാൻ ആദ്യമായിട്ട് അത് പറയുന്നത്. ശത്രു പതിയിരിക്കുന്ന വഴിയറമ്പിൽ കൂടി തന്നെ ദൈവം നിന്നെ കൊണ്ടുപോകും. അവൻ നിനക്ക് വേണ്ടി പതിയിരിക്കുന്ന വഴി കൂടി തന്നെ ദൈവം നിന്നെ നടത്തിക്കൊണ്ടു പോകും. നിന്റെ പ്രാണന് വിലയിടുന്ന ശത്രു പതിയിരിക്കുന്ന വഴിയറമ്പിൽ കൂടി തന്നെ ദൈവം നിന്നെ കൊണ്ടുപോകും. എന്നിട്ട് നിന്റെ ജീവന്റെ വില ഞാനാണെന്ന് തെളിയിക്കുന്ന ദിവസങ്ങൾ മുന്നിലുണ്ടെന്ന് സൈന്യങ്ങളുടെ യഹോവ ഇന്ന് രാത്രി ആലോചന പറയുന്നു. ഞാൻ ശ്രദ്ധിക്കണേ ദൈവദാസന്മാരെ, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാനൊരു ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു. അത് സ്തോത്രം, അടുത്ത ദിവസം നിങ്ങളോട് പങ്കുവെക്കണമെന്ന് എൻ്റെ അകത്തൊരു ആലോചനയുണ്ട്. ഈ ദിവസങ്ങളൊക്കെ വളരെ ശക്തമായി ചില എന്താ പറയുന്നത്, വ്യക്തമായ ചില ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോട് കർത്താവ് പറഞ്ഞു, ഒരു അടയാളം ഞാൻ തരും. ഞാൻ എന്താ കർത്താവ് അടയാളം? ശിംശോന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തി ഏതെന്ന് ദലീലക്കറിയത്തില്ല. ഒന്നുകൂടി പറയാം, ശിംശോന്റെ മേൽ കത്തുന്ന ദൈവശക്തി ഏതെന്ന് ദലീലേക്കും കൂട്ടർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അല്ലയോ ശിംശോനെ, ഞങ്ങളോടൊന്ന് പറ, ഇതിന്റെ രഹസ്യം എന്താ? ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഞാനൊരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. ആഭിചാരം ഇല്ലാഞ്ഞിട്ടല്ല, മന്ത്രവാദം ഇല്ലാഞ്ഞിട്ടല്ല, നിനക്കെതിരെ ശുദ്രം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ നിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുടെ രഹസ്യമുണ്ട്, ഒരു അഭിഷേകത്തിന്റെ രഹസ്യമുണ്ട്, ഒരു അഭിഷേകത്തിന്റെ ദൈവ സാന്നിധ്യത്തിന്റെ രഹസ്യമുണ്ട്. ഇത് പിശാചിന് പിടുത്തം കിട്ടിയിട്ടില്ല. സഹോദരിമാരെ, ഇന്ന് രാത്രി ആരാധിച്ചോ? ദൈവത്തിന്റെ ആത്മ പറയുന്നു, അവന് പിടുത്തം കിട്ടാത്തത് ഈ ശക്തിയുടെ ഉറവിടമാണ്, ശക്തിയുടെ രഹസ്യമാണ്. ഇത് എവിടെന്നറിയത്തില്ല. ദൈവജനം റെഡിയായിക്കോ. ഇന്ന് രാത്രി വേളയിൽ ഒരു അഭിഷേകത്തിന്റെ അധികാരത്തിന്റെ കൈമാറ്റം ദൈവസഭയുടെ മേലോ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരുടെ മേലോ കുടുംബങ്ങളുടെ മേലും ചലിക്കാൻ പോകുന്നു. ആത്മാവ് ഞാൻ പ്രവചിച്ചു പറയുന്നു, ഈ രാത്രിയിൽ നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ, നമ്മൾ മാത്രമേ ഉള്ളൂ. പുറത്തൊന്നൊരു ദൈവദാസൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു അധികാരത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രി സംഭവിക്കും. ഒരു
ഒരധികാരത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രി സംഭവിക്കും. ഒരധികാരത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രി സംഭവിക്കും. ആത്മാവിൽ ഞാൻ ദൂതാണ് പറയുന്നത്, ഞാൻ ആത്മാവിൽ ദൂതാ പറയുന്നത്. അവൻ ഈ ശക്തിയുടെ രഹസ്യം എന്തെന്ന് ദലീലയ്ക്ക് അറിയത്തില്ല. ദലീലെ ചോദിക്കുക, അവൻ ഫെലിസ്ത്യ ചോദിക്കുക, ദലീലെ നീ ചോദിക്കണം കേട്ടോ, ഇവന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തിയുടെ രഹസ്യം എന്താ? ഒന്നല്ല, രണ്ടല്ല, പല നാളുകളായി ഇവനെ ബന്ധിക്കാൻ നോക്കിയിട്ട് ഇവനെ ബന്ധിക്കാൻ കഴിയാതെ ഇവന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഇവനെ ബന്ധിക്കാൻ നോക്കിയിട്ട് ഇവനെ ബന്ധിക്കാൻ കഴിയാതെ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. പരിശുദ്ധാത്മാവ് പറയുക, ഒരുപാട് നാളായി നോക്കുന്നത്, ഒത്തിരി നാളായി നോക്കുന്നത്, ഒത്തിരി ദിവസമായി നോക്കുന്നത് നിന്നെ വന്ന് ബന്ധിക്കാൻ, നിന്നെ വന്ന് കെട്ടാൻ, നിന്നെ വന്ന് അടക്കാൻ, നിന്നെ വന്ന് ഒതുക്കാൻ. പക്ഷേ പറ്റുന്നില്ല. ഇപ്പൊ ഫെലിസ്ത്യർ ചോദിക്കുക, ഇപ്പൊ ദലീലയെ വിട്ട് ചോദിക്കുക, ഇതെങ്ങനെയാ ഒക്കുന്നത്, ഇതെങ്ങനെയാ പറ്റുന്നത്? അവൻ ദലീല ചോദിക്കുന്നു, ഇതിന്റെ രഹസ്യം എന്താ? ഇതിന്റെ രഹസ്യം എന്താ? ഇവനെ ഒതുക്കാൻ കഴിയാത്തത്, ഇവനെ പിടിച്ചു വെക്കാൻ കഴിയാത്തത്, ഇവനെ തകർക്കാൻ കഴിയാത്ത രഹസ്യം എന്താ? ആത്മാവ് ഞാൻ പറയട്ടെ, ഇതിന്റെ രഹസ്യം പിശാചേ നിനക്കറിയത്തില്ല. ഇതിന്റെ രഹസ്യമാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഇതിന്റെ രഹസ്യമാ ആത്മാവിന്റെ ശക്തി. ഇതിന്റെ രഹസ്യമാ ആത്മാവിന്റെ കൃപയുടെ ശക്തി. ഇതിന്റെ രഹസ്യമാ അഭിഷേകത്തിന്റെ ശക്തി. ആ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടുന്നു. ആ ശക്തി ഇന്ന് രാത്രി നിന്റെ മേൽ വെളിപ്പെടുകയാ. ആ ശക്തി ഇന്ന് രാത്രി നിന്റെ മേൽ വെളിപ്പെടുകയാ. ആ ശക്തി ഇന്ന് രാത്രി നിന്റെ മേൽ വെളിപ്പെടും, നിന്റെ മേൽ വെളിപ്പെടും, നിന്റെ മേൽ വെളിപ്പെടും. ക്ഷീണിച്ചു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ഈ രാത്രി വേളയിൽ ആ ശക്തിയുടെ രഹസ്യം ദൈവം വെളിപ്പെടുത്താൻ പോകുക. ആ ശക്തിയുടെ രഹസ്യം ദൈവം വെളിപ്പെടുത്താൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിന്റെ രാത്രി വെളിപ്പെട്ടു വരട്ടെ. അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷ പറ. നിങ്ങൾ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കെട്ടുകൾ ഇന്ന് രാത്രി അഴിയും. ആമൻ. ദുഷ്ടന്റെ ആശ ഇന്ന് രാത്രി നശിച്ചു പോകും. ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ കര ദൈവം നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടുത്തു. ആരംഭത്തിൽ തൊട്ടില്ലേ എന്നെ വിടിവിപ്പാൻ ആരുണ്ട്? പൗലോസ് പറയുന്നു, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം എന്നെ വിടിവിപ്പാൻ കഴിവുള്ളത് ഭരണമല്ല, എന്നെ വിടിവിപ്പാൻ കഴിവുള്ളവർ കർത്താവായ യേശുക്രിസ്തു. ഓ ഷനാദാന ഹതലാദലാന. ആമേൻ. ഒരു ഹല്ലേലൂയ പറ. താങ്ക് യു ജീസസ്. ആമേൻ. എനിക്കറിയാം ദൈവദൂതന്മാർ ഇതിനെ നടുക്ക് ഇറങ്ങിയിട്ടുണ്ട്. പൊന്നത് കണ്ടിട്ടാ വിളിച്ചു പറഞ്ഞേ, പൊന്നത് കണ്ടിട്ടാ വിളിച്ചു പറഞ്ഞേ. ആ ദൂതൻ ഇന്ന് രാത്രി നിങ്ങളെ തൊടും. ആ ദൂതൻ നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് ഇറങ്ങി വരും. വിഷയത്തിന്റെ മേൽ മറുപടി ആ ദൂതന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടും. ഇത് വെറും വാക്കല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ വാക്കാണ്. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തു. ആ ദൂത സാന്നിധ്യം ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിനകത്ത് ചലിക്കുന്നു, നിന്റെ കുടുംബത്തിനകത്ത് ചലിക്കുന്നു. വ്യക്തിപരമായി അനുഭവിക്കാൻ ഏൽപ്പിച്ചുകൂടെ. പരിശുദ്ധാത്മാവേ,
ഈ ആലയത്തിനകത്ത് മാത്രമല്ല, ഈ ആമൻ ദേശത്ത് ദൈവദൂതന്മാർ ഇറങ്ങട്ടെ. ദൈവപ്രവർത്തിക്ക് വിരോധമായി നിൽക്കുന്ന അന്തരീക്ഷ മണ്ഡലത്തിൽ ഉയർന്നു നിൽക്കുന്ന ആമൻ ആകാശത്തിന്റെ എല്ലാ ദുരാത്മ വ്യാപാരങ്ങളെയും ഇന്ന് രാത്രി വെട്ടിമാറ്റാൻ ദൈവദൂതന്മാർ ദേശത്തിറങ്ങട്ടെ, ദേശത്തിറങ്ങട്ടെ, ദേശത്തിറങ്ങട്ടെ. പാപത്തിനെതിരെ നിൽക്കുന്ന പൈശാചിക മണ്ഡലത്തെ വെട്ടാൻ ഇന്ന് രാത്രി ദൈവദൂതന്മാർ ആമൻ ദേശത്തിറങ്ങട്ടെ. സമന രഗന്ധന ജനാരക അൽക്കനക്കട്ടി കടകച്ചല ദുരാജകഥനാന്തലി അന്തലെ റീബല സത്ത രഗന്ധല ജനാര. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസഭ ഒരുമിച്ച് ഇന്ന് രാത്രി ജയമേറ്റെടുക്കുന്നു. അടവുകൾ മാറ്റി മാറ്റി പിടിക്കും. മക്കളെ ശ്രദ്ധിക്കണേ, അടവുകൾ മാറ്റി മാറ്റി പിടിക്കും. ഫെലിസ്ത്യർക്ക് അറിയേണ്ടത് ആമേൻ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ രഹസ്യമാണ്. ഒരാമേൻ പറ. രണ്ട് കാര്യം ദൈവാത്മാ പറയുന്നു, കുറിച്ചു വെച്ചേക്കണം, മറക്കരുത്. ഇത് ദൈവശബ്ദമാണ്. അവൻ വേദപുസ്തകത്തിൽ പ്രധാനപ്പെട്ട 3 വ്യക്തിത്വ മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. 3 മനുഷ്യരെ. നമ്മൾ പറഞ്ഞ നേരത്തെ അരിഷ്ട മനുഷ്യനല്ല, അതല്ലാതെ പറയുന്ന 3 അവൻ എക്സ്ട്രാ എടുത്തു പറയുന്ന 3 മനുഷ്യർ. ഒന്ന് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. ഏലിയാവിനെ കുറിച്ച് പറഞ്ഞ ഏലിയാവോ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. 2 മനുഷ്യരെ നിങ്ങൾ കേട്ട് ഭയപ്പെട്ട ദൈവത്തെ ആരാധിക്കണം. എന്നാന്നറിയാമോ? ശ്രേഷ്ഠ മനുഷ്യനും ശേഷം മനുഷ്യനും. മനസ്സിലായില്ലല്ലേ? പറഞ്ഞു തരാം. അഭിഷേകം ചലിക്കുന്ന, ദൈവകൃപ ചലിക്കുന്ന ശിംശോനെ നോക്കിയിട്ട് ദലീല ചോദിക്കുക, എൻ്റെ പൊന്നച്ചായ മനസ്സ് തുറന്ന് എന്നെ സ്നേഹിക്കുന്നെങ്കിൽ പറ, അങ്ങ് ശ്രേഷ്ഠ മനുഷ്യനാ, അങ്ങയെ ശേഷം മനുഷ്യനാക്കാൻ ഞാൻ എന്നാ ചെയ്യണമെന്ന്. ഇത് മനസ്സിലായോ? ഒന്നുകൂടി പറയാം കുഞ്ഞുങ്ങളെ, നിങ്ങൾ ശ്രേഷ്ഠ മനുഷ്യരായി നിൽക്കുന്നിടത്തോളം ഒരു ദലീലേക്കും നിന്നെ ബന്ധിക്കാൻ കഴിയത്തില്ല. പക്ഷേ അവന്റെ ഇഷ്ടം എന്താണെന്നറിയാമോ? ശ്രേഷ്ഠ മനുഷ്യൻ എന്ന പദവിയിൽ നിന്നും നിന്നെ ശേഷം മനുഷ്യനാക്കണം. ശേഷം മനുഷ്യനെ പോലെ ചിന്തിക്കണം. ശേഷം മനുഷ്യൻ ചെയ്യുന്ന പോലെ ചെയ്യണം. ശേഷം മനുഷ്യൻ പോയി ഇരിക്കുന്നിടത്ത് ഇരിക്കണം. അത് പറയുമ്പോൾ ആത്മാവ് മറ്റൊരു മർമ്മം പറയുന്നു. അവൻ ശ്രേഷ്ഠ മനുഷ്യൻ അബ്രഹാം, അവൻ കൂടാരവാദിക്കൽ ഇരിക്കുന്നു. ശേഷം മനുഷ്യൻ ലോത്ത് പട്ടണവാദിക്കൽ ഇരിക്കുന്നു. ദൂത മനസ്സിലായോ? ശേഷം മനുഷ്യൻ പട്ടണവാദിക്കൽ ഇരുന്ന് പട്ടണത്തിന്റെ കാര്യം ചിന്തിക്കുമ്പോ ശ്രേഷ്ഠ മനുഷ്യൻ കൂടാരത്തിലിരുന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. ആമേ, പിശാചിന് ആവശ്യം ശേഷ മനുഷ്യനല്ല, ശ്രേഷ്ഠ മനുഷ്യനെയാ. ഇന്ന് രാത്രി എത്ര പേര് പറയോ, എടാ പൈശാചിക മണ്ഡലമേ, ഒരിക്കലും എന്റെ കുടുംബത്തെയോ എന്റെ കുഞ്ഞുങ്ങളെയോ നിനക്ക് ശേഷം മനുഷ്യനാക്കാൻ കഴിയത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ തിരുവചനം കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതിയിലൊന്ന് പറഞ്ഞോട്ടെ. മക്കളെ ശ്രദ്ധിക്കണേ. സ്തോത്രം. ഗദരദേശത്ത് അവൻ 6000 ദുർഭൂതം പിടിച്ച മനുഷ്യൻ ശ്രേഷ്ഠ മനുഷ്യനായിരുന്നു. ഇപ്പോൾ ഉണ്ടല്ലോ തകരപ്പെട്ടവനായി അവൻ ഉടഞ്ഞ മനുഷ്യനായി കിടക്കുക. എന്നാൽ യേശു അവന്റെ അടുക്കൽ വന്ന് സൗഖ്യമാക്കി കഴിഞ്ഞപ്പോ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവൻ നിൽക്കുന്നത് അവർ കണ്ടു. യേശുവിന്റെ അടുത്ത് വന്നാൽ ശേഷം മനുഷ്യൻ ശ്രേഷ്ഠ മനുഷ്യനാകും. ഒരു സ്വത്രം പറ. വിട്ടേക്ക്. എന്നോട് കർത്താവ് ഇടപെട്ടുകൊണ്ടിരുന്ന വിഷയം അല്ലേ ഞാൻ പറയാന്ന് പറഞ്ഞേ. അതിതാ, ശ്രദ്ധിച്ച് കേൾക്കണം. ദലീല ചോദിച്ചു, അച്ഛാ പറ, ഇതിന് മെയിൻ സ്വിച്ച് എവിടെയാന്നാ ഈ ചോദിക്കുന്നത്? ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ മെയിൻ സ്വിച്ച് എവിടെയാന്ന്? എനിക്കൊന്ന് ഓഫാക്കണം, എനിക്ക് ഇതിനകത്ത് ഇരുട്ട് വരുത്തണം, എനിക്ക് ഇതിനകത്ത് ഇരുട്ട് കൊണ്ടുവന്നിട്ട് കുറച്ച് കാര്യം ചെയ്യാനുണ്ട്. ഇവിടെ തെളിഞ്ഞു നിൽക്കുന്ന, കത്തി നിൽക്കുന്ന, ഈ പ്രകാശമായിരിക്കുന്ന ഈ ഇലക്ട്രിസിറ്റിയുടെ അവൻ മെയിൻ സ്വിച്ച് എവിടെയാ? ദലീലയുടെ ചോദ്യം. എന്റെ മറുപടി എന്താണെന്നറിയാമോ? എന്റെ പൊന്ന് ദലീലേ,
ഇതിന്റെ മെയിൻ സ്വിച്ച് ഇവിടെ അല്ലടി, അത് അങ്ങ് അവിടെയാ. ഡെലിവറൻസ് ചർച്ചിന്റെ മെയിൻ സ്വിച്ച് ഇവിടെ അല്ല, അതങ്ങ് സ്വർഗത്തിലാ. ദുരാത്മ മണ്ഡലങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, പൈശാചിക മണ്ഡലങ്ങൾക്ക് അത് പിടുത്തം കിട്ടിയിട്ടില്ല. ഇതിവിടെ ഊരാനൊക്കത്തില്ല, ഇതിവിടെ ഡിസ്കണക്ട് ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഇതിന്റെ മെയിൻ സൂക്ഷിച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി, പഴയ നിയമമാണെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട, സത്യസന്ധമായി ഞാൻ ഒരു കാര്യം പറയാം. ഓരോ തവണയും പുതിയ കയറുകൊണ്ട് അവൻ ശിംശോനെ അവൾ ബന്ധിക്കുമ്പോഴും അവളുടെ അകത്ത് ഒരു പ്രത്യാശയുണ്ട്. ഒന്നുകൂടി പറയാം, ഓരോ തവണയും പുതിയ കയറുകൊണ്ട് ശിംശോനെ ബന്ധിക്കുമ്പോൾ ദലീലയുടെ അകത്ത് ഒരു പുതിയ പ്രത്യാശയുണ്ട്, ഒരു ധൈര്യമുണ്ട്. ഈ കയർ പൊട്ടിക്കത്തില്ല. ഒരു സഹോദരൻ പറഞ്ഞേ. പക്ഷേ ഓരോ തവണയും ചണത്തൊട്ടം നൂൽ പൊട്ടുന്നത് പോലെയാ പൊട്ടുന്നത്. ആത്മാവ് പറയുന്നത് എന്താണെന്നറിയാമോ? ഓരോ തവണയും നിന്നിൽ അവനൊരു പ്രത്യാശ വെക്കുമ്പോ നിന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ അതിനേക്കാൾ വേഗത്തില ചിലത് പൊട്ടി നീ പുറത്തു വരുന്നത്. ഓ, ദൂത മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്ക്, ദൂത മനസ്സിലായെങ്കിൽ ദൈവത്തെ ആരാധിക്ക്. ഓരോ തവണയും നിന്നിൽ വെക്കുന്ന പ്രത്യാശ, നിന്നിൽ ആശിക്കുന്ന ആശ അവന് നടക്കത്തില്ല. ദൈവ പൈതലേ, ആത്മാവ് ഞാൻ പ്രവചിച്ചാണ് പറയുന്നത്. വിശ്വസിക്കുന്നവര് കരം തട്ടി ദൈവത്തെ സ്തുതിച്ചവര് ഓരോ തവണയും ദലീല പറയുന്നു, ഈ തവണ ഇവൻ പിടിക്കപ്പെടും, ഈ തവണ ഇവൻ പിടിക്കപ്പെടും, ഈ തവണ ഇവന്റെ ശക്തി പോകും, ഈ തവണ ഇവൻ പരാജയപ്പെടും. എന്നാൽ ഈ ഉപവാസത്തിന്റെ 15ാമത്തെ രാത്രി ആത്മാവനോട് പറയുന്നു, നിന്നെ കെട്ടിയ ചില കയറ് ചാണതൊട്ടം നൂല് പോലെ ഒരു ഭയങ്കര തീ നിങ്ങളുടെ നടുവിലേക്ക് വീഴുകയാ. ഒരു ഭയങ്കര തീ നിന്റെ നടുവിലേക്ക് വീഴുകയാ. ചാണത്തോട്ടം നൂല് പോലെ, തീയിങ്കൽ മെഴുകുരുകുന്ന പോലെ ഇന്ന് രാത്രി ഉരുകി മാറുന്നു. ജീസസ് ദൈവത്തിനും മഹത്വം കരേറ്റിക്കേ. ഞാനൊരു കാര്യം ഇനി പറയുന്നത്, ഞാൻ എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞ കാര്യം പറഞ്ഞില്ല, അതിലേക്കാ വരുന്നത്. അത് പറയുമ്പോൾ നിങ്ങളുടെ അകത്തത് ആത്മാവ് ഇടപെടുന്നെങ്കിൽ ഒരു സ്തോത്രം ചെയ്യണം. ആമേൻ. ഓരോ സംഭവം കഴിയുമ്പോഴും, ഓരോ ഫൈറ്റിംഗ് കഴിയുമ്പോഴും, അങ്ങനെയാ ഞാൻ പറയാം, പിശാചിന്റെ ഓരോ അറ്റാക്ക് കഴിയുമ്പോഴും ശിംശോന്റെ ബലം എന്നാന്നറിയാമോ? ശിംശോന് പോയിരിക്കാൻ ഒരു പാറയുണ്ട്. പഠിച്ചിട്ടില്ലല്ലേ? അതെ, റെഫറൻസ് എടുത്തു പോയാൽ പിന്നെ തീരില്ല. എനിക്ക് വേറൊരു കാര്യം പറയണം, അത് എടുക്കുന്നില്ല. ഓരോ ഫൈറ്റിംഗ് കഴിയുമ്പോഴും അവനെ കാണത്തില്ല. ഓരോ യുദ്ധം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ശിംശോൻ ഇല്ല. എവിടെ പോയി? പട്ടണത്തിൽ കാണാനില്ല, പരിസരത്ത് ശിംശോൻ ഇല്ല. ശിംശോൻ എവിടെയാണെന്നറിയാമോ? ദാ നോക്കിക്കേ, ആ യെരുശലേമിന്റെ കിഴക്കേ ആമൻ സ്തോത്രം, പാറക്കെട്ടിനകത്ത് ഒരു ചെറിയ ഗുഹയുണ്ട്, ഒരു പാറയുടെ പിളർപ്പുണ്ട്. ആ പിളർപ്പിലോട്ട് കയറിയിരുന്ന് അവിടെ ഇരുന്ന് ശക്തി പ്രാപിക്കും. ഇന്ന് രാത്രി അക്ഷരാർത്ഥത്തിൽ ഞാനൊരു ദൂത പറയട്ടെ, നിന്നെ പിശാചിനെ കാണാനൊക്കുന്നില്ല. കഴിഞ്ഞ 21 ദിവസമായി, കഴിഞ്ഞ 15 ദിവസമായി പിശാചിന് നിന്നെ കാണാനൊക്കുന്നില്ല. നീ ഇരിക്കുന്നത് എവിടെയാ? പിളർക്കപ്പെട്ട പാറയാകുന്ന ക്രിസ്തുവിന്റെ അടുക്കല. ഓ ഓ ഓ ഓ നിന്നെ കാണത്തില്ല, നിന്നെ കാണത്തില്ല, നിന്റെ കുടുംബത്തെ കാണത്തില്ല, നിന്റെ കുഞ്ഞുങ്ങളെ കാണത്തില്ല. കാരണം അവൻ പറഞ്ഞു, നീ ഇല്ല, നീ പോയി, നീ തകർന്നു, നീ തീർന്നു പോയി. പക്ഷെ നീ എവിടെയാ? നീ എവിടെയാ ഇരിക്കുന്നത്? ശിംശോനെ, നീ ഇരിക്കുന്നത് എവിടെയാ? ശിംശോനെ, നീ കയറിയിരിക്കുന്നത് എവിടെയാ? ഒരു പിളർക്കപ്പെട്ട പാറയിൽ. ഏതാണ് പാറ? അത് ക്രിസ്തുവാണ് പാറ. ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ആമേൻ പറഞ്ഞേക്കണം കേട്ടോ. തന്റെ തൂവല് കൊണ്ട് അവൻ നിന്നെ മറക്കും.
തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ. ശിംശോൻ ഇപ്പൊ ഇരിക്കുന്ന എവിടെയാണെന്നറിയോ? ഈ പാറയുടെ പിളർപ്പിലായിരിക്കുന്നേ. ആമേൻ. അവിടെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ന്യായാധിപന്മാർ വായിച്ചാൽ മതി. പട്ടണം മുഴുവൻ ഫെലിസ്ത്യർ അന്വേഷിച്ച് നടക്കുക. ആരെ? ശിംശോൻ. അവര് തമ്മി പറയുന്നു, എടാ അവൻ പോയടാ, അവൻ നമ്മെ പേടിച്ചു പോയടാ, നാട് വിട്ടടാ, രാജ്യം വിട്ടടാ. പീശാചേ, നിന്നെ പേടിച്ച് രാജ്യം വിടുന്നവരല്ല ഇതിനകത്തിരിക്കുന്നവർ. മുഴു ശക്തിയോടെ വരുന്നുണ്ട്, അഭിഷേകത്തോടെ വരുന്നുണ്ട്, കൃപയോടെ വരുന്നുണ്ട്, ദൈവമഹത്വത്തോടെ വരുന്നുണ്ട്. പാറയുടെ പിളർപ്പിൽ ഇരിക്കുന്ന ദൈവദാസന്, പാറയുടെ പിളർപ്പിൽ ഇരിക്കുന്ന ദൈവമക്കള്, ആമീന ബലത്തോടെ. ഓ ഓ ഓ യെസ് 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 യെസ്. നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരുന്നത് ബലഹീനനായിട്ടല്ല. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്നത് ബലഹീനനായിട്ടല്ല. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നത് അമിത ശക്തിയോടെയാ, ദൈവ മഹത്വത്തോടെയാ, ദൈവ കൃപയോടെ. സ്വത്രം സ്വത്രം. എനിക്ക് സത്യം പറഞ്ഞ അതൊക്കെ വായിക്കുമ്പോണ്ടല്ലോ അകത്തങ്ങ് എത്ര ക്ഷീണമെന്ന് പറഞ്ഞാലും അകത്തങ്ങ് തീ കത്തും. മകളെ, ഫെലിസ്ത്യരുടെ മെയിൻ കവാടമുണ്ട്. മെയിൻ കവാടം, അകത്തോട്ട് കയറുന്ന ഒരു മെയിൻ കവാടമുണ്ട്. ആ കവാടത്തിന്റെ ഫ്രണ്ട് ഡോറ്, അതിന്റെ ഒരു കട്ടിളപ്പടി, ഏകദേശം ഇതിന്റെ 3 കൂടിയ വലിപ്പമുള്ളതാ ഒരു കട്ടിളപ്പടി. അതിന്റെ ഉയരം ഏകദേശം 28-30 അടി ഹൈറ്റാ. മെയിൻ ഡോറാ പട്ടണത്തിൽ കയറുന്നേ. ഇതിന്റെ 2 വലിപ്പം വരുന്നതാ കട്ടല. ഇതിന് നടുക്കാണ് ഒറ്റ ഡോറ്, 2ആയിട്ട് തിരിച്ച, കണക്ട് ചെയ്ത് ഉള്ളു തിരിച്ച ഒരു വലിയ ഡോറും ചെറിയ ഡോറും. ഇന്നലെ കണ്ടില്ലടാ എന്ന് പറഞ്ഞ അതേ ശിംശോൻ ഉണ്ടല്ലോ, പിറ്റേ ദിവസം രാവിലെ ഈ കട്ടലും ഡോറും പൊളിച്ച് തോളത്ത് വെച്ച് വരിക. ഒന്ന് സ്വത്രം പറഞ്ഞേ, സ്വത്രം പറഞ്ഞേ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, പിശാച് നിന്നെ അകത്തിട്ട് പൂട്ടി അവന്റെ കവാടം അടക്കാൻ നോക്കിയ അവന്റെ കവാടത്തിന്റെ വാതില് ഈ 15ാമത്തെ രാത്രി എന്റെ ദൈവം പൊളിച്ച് നിന്റെ കയ്യിലേക്ക് തരും. എന്നിട്ട് ദൈവം പറയുക, ഇല്ല, അവൻ നിന്നെ പൂട്ടാൻ നോക്കിയ ചില വാതിലുകൾ, നിന്നെ അടക്കാൻ നോക്കിയ ചില കഥകൾ ഇന്ന് രാത്രി ദൈവം നിന്നെ കൊണ്ട് അത് പൊളിപ്പിക്കാൻ പോകുകയാ. ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു ദൂത് പറയാൻ പരിശുദ്ധാത്മാവ് എന്നോട് ആവേശം തരുന്നുകൊണ്ട് പറയുക, പിശാച് ബൗണ്ടറി ആയിട്ട് കെട്ടി അടച്ച ചില ബൗണ്ടറികൾ ഈ ഉപവാസത്തിന്റെ നടുവില് എന്റെ ദൈവം പൊട്ടിച്ചു മാറ്റും. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞോ, വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞോ. ചില ഏരിയ തിരിച്ച് ബൗണ്ടറി വെച്ച, ചില ഏരിയകൾ തിരിച്ച് ബൗണ്ടറി വെച്ച ചില വാതിലുകൾ, ചില കട്ടളകൾ എന്റെ ദൈവം ഇന്ന് രാത്രി പൊളിക്കുക. നിനക്ക് മുമ്പിൽ വെച്ച ചില ബൗണ്ടറികൾ ഇന്ന് രാത്രി പൊട്ടട്ടെ. ആ ശബ്ദം കേൾക്കട്ടെ. വലിയ കൂടം വെച്ച് കല്ലുകൾ അടിച്ചു പൊട്ടിക്കുന്ന ശബ്ദങ്ങൾ നിന്റെ ചെവി കേൾക്കട്ടെ. വലിയ ശബ്ദങ്ങൾ കേൾക്കട്ടെ. ആത്മാവ് എന്നോട് പറയുന്നു, നിന്റെ ചെവിയിൽ ചെറിയ കട്ടകൾ പൊട്ടുന്ന പോലെ, പാറകൾ പൊട്ടുന്ന പോലെ ചില കമാനങ്ങൾ ഇന്ന് രാത്രി പൊട്ടുകയോ. വലിയ ചില ആർച്ചുകൾ ഇന്ന് രാത്രി പൊട്ടുന്നു. വലിയ ചില കവാടങ്ങൾ ഇന്ന് രാത്രി പൊട്ടുന്നു. ആത്മാവ് എന്നോട് പറയുന്നു, ആമ തോപ്പുംപടിയിൽ നിന്ന്, ആമ എറണാകുളത്ത് നിന്ന്, ആമ കൊച്ചിയിലേക്ക് കയറുന്ന ചില കമാനങ്ങൾ, ആമ ചില ബൗണ്ടറികൾ പിശാച് വെച്ചത്, അഭിഷിക്തന്മാരെ കേട്ടാതിരുന്നത്, ദൈവ ഉണർവ് നടക്കാതിരുന്നത്, ദൈവകരം വെളിപ്പെടാതിരുന്ന ചില ബൗണ്ടറികൾ ഇന്ന് രാത്രി പൊട്ടുകയോ. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ.
ഇത് നിസ്സാര ദൂതല്ല ഈ പറയുന്നേ. 97 മുതൽ ഈ ഫോർട്ട് കൊച്ചി കിടന്ന് വയറുണക്കി 40-ഉം 21-ഉം മാറി മാറിയിരുന്ന് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും മേടിച്ചു കുടിക്കാൻ കൈ കാശില്ലാഞ്ഞിട്ട്, നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞു, ആമൻ, ഈ ഇരിക്കുന്ന ഞാനും സിന്ധു ഞാനും കൂടി 21 ദിവസം ഉപവാസം ഇരുന്നിട്ട്, ആമൻ സ്തോത്രം, 2-3 ദിവസം ആഹാരം കഴിച്ചതിന് ശേഷം പിന്നെ ഉപവസിച്ചു. എന്തിനാണെന്നറിയാമോ? പിന്നെ ഉപവസിച്ചത് ഉപവസിക്കാൻ കൊതിയുണ്ടായിട്ടല്ല, പകരം ഇട്ട് വെച്ചിരിക്കുന്ന അരി ഇട്ട് വെച്ചിരിക്കുന്ന പീപ്പകത്ത് ഒരു തരി അരിയില്ലാഞ്ഞ്. അന്നൊന്നും ഒരു മനുഷ്യനില്ല ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. ഇന്നുള്ള ഒരു മനുഷ്യൻ പോലും 10 രൂപ സ്വത്രം കാഴ്ച കൊണ്ടുവന്ന് കൈവച്ചിട്ട് ഭാഷ പാല് മേടിച്ചു കുടിക്കുന്നു പറയാൻ അന്നാരുമില്ലായിരുന്നു. 21 ഇരുന്നിട്ടും കഴിക്കാനില്ലാഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച ആഹാരം കഴിച്ച് വീണ്ടും 40 ഇരുന്ന് വയറുണക്കിയപ്പോ പിശാച് പറഞ്ഞു, നീയൊക്കെ പട്ടിണിയോടെ ചാകുമടാ. അല്ലട പിശാചെ, ചില പൗണ്ടിൽ പൊട്ടിയത് കൊണ്ട് ഇന്ന് രാത്രി ഇത്രയും ജനം ഇതിനകത്ത് ആരാധിക്കുന്നത്. മനസ്സിലായോ? ദൈവത്തെ സ്തുതിക്ക്. ചില പൗണ്ടുകളൊക്കെ പൊട്ടട്ടുണ്ടേ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഒന്ന് ശ്രദ്ധിക്കണേ. ഞാനൊരു ആത്മാവിൻ്റെ ഒരു മർമ്മം പറയാം. ഒരു ദൈവസഭ എന്ന് ഇതിവിടെ ലൈവ് പോകുന്നുണ്ട്. ആമേൻ സ്തോത്രം. ഞാൻ ഈ കേരളത്തിലെ പല സഭകളും കയറി ഇറങ്ങുന്നതാണ്. ഒരു ചർച്ചിലേക്ക്, ഒരു ദൈവസഭയിലേക്ക് പുറത്തുനിന്ന് 10 ആളുകൾ കയറി വരിക എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യമല്ലെന്നേ. കാരണം ഇവിടെ ജനം വരുന്നത് നേർച്ച കഴിക്കാനല്ല, ഇവിടെ ജനം വരുന്ന നേർച്ച ഇടാനല്ല, പകരം സത്യദൈവത്തെ ആരാധിക്കാനാ. അങ്ങനെ ഒരു ജനം ഇതിനകത്ത് വരണമെങ്കിൽ ചില ബൗണ്ടറികൾ പൊട്ടിയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ 15-ാമത്തെ രാത്രി പറയുന്നു, ആത്മാക്കളെ തടുക്കുന്ന ആരാധനക്ക് എന്റെ ജനത്തെ വിടാതെ ബൗണ്ടറിയിട്ട ഫറവോന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അടിയുന്നു. എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്ക, എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്ക. ഈ പട്ടണത്തെ ഭരിക്കുന്ന അന്ധകാര ശക്തിയോട് ദൈവസഭ ഒരുമിച്ച് പറയുന്നു, എന്റെ ജനത്തെ ആരാധിപ്പാൻ ഈ സഭയിലേക്ക് ജനത്തെ വിടുക, ജനത്തെ വിടുക. ഫറവോന്റെ കരങ്ങൾ ഇന്ന് രാത്രി ഒടിയട്ടെ, ഫറവോന്റെ കരങ്ങൾ ഇന്ന് രാത്രി ഒടിയട്ടെ. ജനം ഓടിക്കേറട്ടെ, ജനം ഓടിക്കേറട്ടെ, ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ. സ്വതന്ത്രം 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 സ്വതന്ത്രം. അന്ന് ഇന്ന് ആരാധന കഴിഞ്ഞപ്പോ മൂവാറ്റുപുഴ എന്ന് വിളിച്ചു, ഇന്ന് ആരാധന കഴിഞ്ഞപ്പോ തൃശ്ശൂരിൽ നിന്ന് വിളിച്ചു. ആമൻ സ്തോത്രം. ഇന്നലെ രാത്രി ഒരു കുടുംബം ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിരിക്കുക, ഓസ്ട്രേലിയയിൽ നിന്ന്. അവർ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഭാഷേ 2 ദിവസം നിങ്ങളുടെ നടുക്ക് ഇരുന്ന് ഉപവസിക്കാൻ വേണ്ടി വന്നേക്കുക, ഒരു മുറി കിട്ടുമോ? ഞാൻ എലീമിലെ ജോർജങ്ങളുടെ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു, അവിടെ വിളിച്ച് റൂം ബുക്ക് ചെയ്തോ? അവർ റൂം ബുക്ക് ചെയ്തേക്കെ. ഇത് ചെവിയുള്ളവൻ കേൾക്കട്ടെ, അവർ റൂം ബുക്ക് ചെയ്തിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? നാളെയും അടുത്ത ദിവസവും ഇതിനകത്ത് വന്നിരുന്ന് ആരാധിക്കാൻ. സ്വയം ഞാൻ പറഞ്ഞു എന്നാന്നറിയാമോ? പിശാചി വെച്ച ചില ബൗണ്ടറികൾ പൊട്ടിയെന്നായി പറയുന്നത്. ചില ബൗണ്ടറികൾ പൊട്ടിയെന്നാ പറയുന്നത്. ഇനി പിടിച്ചാ കിട്ടില്ല. ദൈവസഭയെ നോക്കി ആത്മാവ് പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയോ പാതാളോ ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. ഞാൻ എന്റെ സഭയെ പണിയോ പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. സ്വത്രം പറ. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ആത്മാവിൽ പ്രവചിച്ച് പറയണം. വലതുകരമൊന്ന് ഉയർത്ത്, എന്നിട്ട് പറ, എൻ്റെ കുടുംബത്തിൻ്റെ വിടുതലിന് പിശാചിട്ട ചില ബൗണ്ടറികൾ ഇന്ന് രാത്രി പൊട്ടുകയാണ്. പറഞ്ഞുകൊണ്ടിരുന്നോ. ഈ ഉപവാസം തീരുന്നതിന് മുമ്പ് നിന്റെ കുലത്തിൽ നിന്ന് കുടുംബത്തിനകത്തുനിന്ന് ആളുകൾ രക്ഷിക്കപ്പെടും, ആളുകൾ വിടുവിക്കപ്പെടും. അവര് പറയും, നിന്റെ ദൈവത്തെ ഞങ്ങൾക്ക് വേണമെന്ന് പറയും. നിന്റെ ദൈവത്തെ ഞങ്ങൾക്ക് വേണം, നിന്റെ ആലയത്തിൽ ഞങ്ങളും വരുന്നുണ്ട്. എന്താ പിശാച് വെച്ചത്? ചില ബൗണ്ടറികൾ ഇട്ടിരിക്കുക. ഇവിടം വരെ മതി, ഇത്രത്തോളം മതി. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഞാനൊരു വാക്യം പറഞ്ഞാൽ നിങ്ങൾ ആമേൻ പറയുമോ?
തെക്കിനോടും വടക്കിനോടും കിഴക്കിനോടും പടിഞ്ഞാറോടും പറയുന്നു, തടുത്തു വെക്കരുതോ, തടുത്തു വെക്കരുത്. എന്റെ ജനത്തിന്റെ നന്മയെ തടുത്തു വെക്കരുത്. എന്റെ ജനത്തിന്റെ വിടുതലിനെ തടുത്തു വെക്കരുത്. കരമടിച്ച് ദൈവത്തെ ആരാധിച്ചിട്ട് പറ, ഒരു നന്മയും തടുത്തു വെക്കരുത്, ഒരു സമാധാനവും തടുത്തു വെക്കരുത്, ഒരു ആരോഗ്യവും തടുത്തു വെക്കരുത്, ഒരു ദൈവകൃപയും തടുത്തു വെക്കരുത്. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന, ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തെ നോക്കി പരിശുദ്ധാത്മാവി പറയുന്നു, അവരുടെ ഒരു നന്മയോ അവരുടെ ഒരു അനുഗ്രഹമോ തടുത്തു വെക്കരുത് യേശുവിന്റെ നാമത്തിൽ. ഒന്ന് പ്രവചിച്ചോട്ടെ, പരിശുദ്ധാത്മാവിൽ വചനത്തിലൂടെ പ്രവചിച്ചോട്ടെ. പൗലോസിനെ ശതാധിപന്റെ മുമ്പിൽ കൊണ്ടുവന്നു. കുഴപ്പം എന്താണെന്നറിയോ? വചനം പ്രസംഗിച്ചെന്ന്. ശതാധിപനായ ഫെലിക്സിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. എന്നിട്ട് അവനെതിരെയുള്ള കുറ്റപത്രം എഴുതി തയ്യാറാക്കി ഫെലിക്സിന്റെ കയ്യിലോട്ട് കൊടുത്തു. ഇത് അവന്റെ കുറ്റപത്രമാണ്. എന്താന്ന് വെച്ചാ സാറങ്ങ് ചെയ്. എല്ലാം സൂക്ഷ്മമായി പഠിച്ചു. പഠിച്ചിട്ട് അവിടെ എഴുതിയിരിക്കുക. എല്ലാം സൂക്ഷ്മമായി പഠിച്ചിട്ട് ഫെലിക്സ് പറയുന്നു, ഇത് അവധിക്ക് വെച്ചേക്കാം, ഇപ്പൊ ഇതെടുക്കണ്ട. എന്ത് ചെയ്തേക്കാം? അവധിക്ക് വെച്ചേക്കാം. സൂക്ഷ്മമായി എല്ലാ പേപ്പറും കൃത്യമായിട്ടും നിനക്കും നിന്റെ തലമുറക്കും വരുന്ന നന്മയെ അവധിക്ക് വെക്കുന്നതിന് ഈ 15ാമത്തെ രാത്രി പൊട്ടും. ഇതാ ദൂത്, ഇതാ ദൂത്. വേണമെങ്കിൽ ഏറ്റെടുത്തോ, വേണമെങ്കിൽ ഏറ്റെടുത്തോ. ചില നന്മകൾ നിന്റെ മുമ്പിൽ വരുമ്പോൾ, ചില യാത്രകൾ നിന്റെ മുമ്പിൽ വരുമ്പോൾ, തലമുറകളുടെ ചില വിടുതലുകൾ നിന്റെ മുമ്പിൽ വരുമ്പോൾ, അവധി വെച്ച് അവധി വെച്ച് അവധി വെച്ച് അതിനെ ഡിലേ ആക്കുന്ന, അവധി വെച്ച് അവധി വെച്ച് അതിനെ താമസിപ്പിക്കുന്ന ഇന്ന് രാത്രി പൊട്ടട്ടെ. എത്ര പേര് ആർപ്പോടെ ദൈവത്തെ ആരാധിച്ചിട്ട് പറയും, ഇല്ല ഇനി അവധി വെക്കാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. സ്വത്രം സ്വത്രം സ്വത്രം. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ടിറ്റസ് പറേ, അവൻ ഇത്രയും സൂക്ഷ്മമായി പഠിച്ചെങ്കിൽ താങ്കളിരിക്കുന്ന കസേരയിൽ ഇരുന്ന് അവസാനത്തെ തീർപ്പ് കൽപ്പിച്ച പോരെ? അവസാനത്തെ ഒറ്റ എഴുത്തും ഒറ്റ സിഗ്നേച്ചറും മതി. പൗലോസിന്റെ കാര്യത്തിൽ തീർപ്പ. എന്നിട്ടും എന്തിനാ ഇട്ടി വലിപ്പിക്കുന്നേ? എന്റെ ചോദ്യം, ദൈവമക്കളുടെ നന്മയെ ഇത്ര ഡിലേ ആക്കുന്ന പിശാചേ, നിന്റെ പരിപാടി കഴിഞ്ഞടാ. ഇനി എന്റെ കൂട്ടത്തിലുള്ള ഒരു ദൈവജനത്തിന്റെയും ഒരു നന്മയെയോ ഡിലേ ആക്കാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുവദിക്കയില്ല. ഈ 15ാമത്തെ രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവജനത്തിന്റെ നന്മയെ ഡിലേ ആക്കി അവധി വെച്ചോ അത് താമസിപ്പിക്കുന്ന കെടുതികൾ ഇന്ന് രാത്രി അഴിയട്ടെ. ദൂത് കയറി വരുന്നു. ആമേൻ. ഫെലിക്സേ, നീ ഡിലേ ആക്കി, നീ അവധി വെച്ചു. ഞങ്ങളുടെ മക്കളുടെ വിവാഹങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കണം. ഞങ്ങളുടെ തലമുറകളുടെ ഭാവി നടക്കേണ്ട സമയത്ത് നടക്കണം. അവർ യാത്ര പോകേണ്ട സമയത്ത് യാത്ര പോകണം. അതിനൊക്കെ ഡിലേ ആക്കാൻ ഈ 15ാമത്തെ രാത്രി ഞങ്ങൾ അനുവദിക്കയില്ല. കാരണം ഞങ്ങളുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ഞങ്ങളുടെ തമ്പുരാനെ പോലെ വേറൊരു ദൈവമില്ല. കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ചു പറ, ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. സ്വത്രം സ്വത്രം സ്വത്രം. ആമേ. സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ആമേനങ്ങ് പറഞ്ഞോ. കർത്താവ് അത് ചെയ്യുമെന്നേ, തമ്പുരാൻ അത് ചെയ്യുമെന്നേ. സ്വത്രം സ്വത്രം സ്വത്രം. എനിക്കത് മനസ്സിലായി എന്താണെന്നറിയോ? ഒരു സാക്ഷ്യം ഞാൻ പറയാം, ഒരു സാക്ഷ്യം പറയാം. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ 3.25 വർഷമായി കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ട്. കല്യാണം കഴിഞ്ഞിട്ട്
എൻ്റെയും ചേട്ടൻ്റെ വിവാഹം ഒരു ദിവസത്തെ വ്യത്യാസത്തിലാണ്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ്റെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾക്ക് 3.25 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. വീട്ടുകാരുടെ സമ്മർദ്ദം, അവിടെ കാണിക്കും, ഇവിടെ കാണിക്കും, അവിടെ കൊണ്ടുപോയി, ഇവിടെ കൊണ്ടുപോയി, ആ ടെസ്റ്റ് ചെയ്യ്, ഈ ടെസ്റ്റ് ചെയ്യുക. ഞങ്ങൾ 2 പേരും കൂടി തീരുമാനം എടുത്തു, ഒരു ടെസ്റ്റും ചെയ്യുന്നില്ല. തമ്പുരാന്റെ സമയത്ത് ദൈവം തരട്ടെ. അങ്ങനെ ഇരിക്കുമ്പോഴാ പുതുവൈപ്പിൽ ആശാര്യോപദേശയുടെ കൺവെൻഷൻ, ഓർക്കുന്നുണ്ടോ? ആശാര്യോപദേശയുടെ കൺവെൻഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു മനുഷ്യനാണ്, എന്നെയും ഭയങ്കര സ്നേഹമാണ്. ആശാര്യോപദേശയുടെ സ്വന്തം വീടിന് മുറ്റത്ത് ഉദയംകുളങ്ങര ഒരു കൺവെൻഷൻ വെച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നീ വന്ന് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ആശാര്യോപദേശിയുടെ വീണ്ടും പഴയ വീടിന് മുറ്റത്തൊരു കൺവെൻഷനിൽ പോയി പ്രസംഗിപ്പാൻ ഈ എളിയവനൊരു ഭാഗ്യമുണ്ടായി. അപ്പം ഞാൻ ആശാര്യോപദേശിയുടെ കൺവെൻഷൻ കൂടെ പുതുവൈപ്പിൽ ചെന്നപ്പോൾ കൺവെൻഷൻ കഴിഞ്ഞ് പുള്ളി പ്രസംഗം കഴിഞ്ഞ് ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി വന്നപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ സുഖമായിരിക്കുന്നു? ഞാൻ സുഖമാണ് അച്ഛാ, ഈ 3.25 വർഷമായി കുഞ്ഞുങ്ങളില്ലെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളില്ലേ? അവളെന്തേടാ ദൂതൻ ചോദിച്ച പോലെ. അപ്പൊ ഇവള് ഈ അവിടെ കസേര കൂട്ടിയൊന്ന് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, സിന്ധു നിങ്ങൾ വരാൻ പറഞ്ഞു. നേരെ ആശാര്യോപദേശം എടുത്തോട്ട് വന്ന സമയത്ത്, എന്തുണ്ട് മോളെ? സുഖമായിരിക്കുന്നു. കണ്ണടച്ച്. എൻ്റെ പൊന്നപ്പച്ച, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെ വല്ലപ്പോഴും കൊടുത്തിട്ട് കാര്യമില്ല. അത് എവിടെയാണോ തടസ്സം, ആ തടസ്സം ഇന്ന് രാത്രി മാറട്ടെ. കൃത്യം 3-ാമത്തെ മാസം ദൈവം ഇവനെ തന്നു. കൃത്യം 3. ഒരു മനുഷ്യന്റെ വാക്കിന്റെ വായിലെ വാക്കിന്റെ ആഴം. ഇന്ന് രാത്രി കരമുയർത്തിക്കൊണ്ട് പറ, ഡിലേ ആക്കരുത്. പറഞ്ഞോ, എൻ്റെ കുഞ്ഞുങ്ങളുടെ നന്മയെ, ഞങ്ങൾ അനുഭവിക്കേണ്ട നന്മയെ അവനോട് പറയുക, ഇനി അത് ഡിലേ ആകരുത്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ നസറത്തുകാരനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ സഭയെ നോക്കി, എൻ്റെ കുടുംബങ്ങളെ നോക്കി, സഭയിലെ വ്യക്തികളെ നോക്കി, ഞങ്ങളുടെ തലമുറകളെ നോക്കി, അവൻ സഭയെ നോക്കി ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഒരു നന്മയും ഇനി ഡിലേ ആവരുത്. ഈ വചനത്തിന് മുമ്പിൽ പ്രതികരിക്കുന്നവർ 2 കരങ്ങൾ കൂട്ടിയടിച്ച് ദൈവത്തെ വന്ന് സ്തുതിച്ച്. താങ്ക് യു ജീസസ്. പട്ടണത്തിന്റെ കട്ടിളക്കാലും ഓടാമ്പലും വാതിലും പൊളിച്ച് ശിംശോൻ കൊണ്ടുപോയി, എൻ്റെ ഭാഷ പറയാം, ആറ്റിക്കൊണ്ട് കളഞ്ഞു. ഒരു സ്തോത്രം പറ. ഈ ദൈവത്തെ അല്ലേ നമ്മൾ സേവിക്കുന്നത്? നമ്മൾ വായിച്ച വാക്യം ഏതാ മോനെ? 100. അത് പറയാനാ ഇന്ന് രാത്രി ഞാൻ എഴുന്നേറ്റെ. പക്ഷെ നമ്മൾ പോയത് അരിഷ്ട മനുഷ്യൻ. 102-ാം സങ്കീർത്തനം ആരുടെയാ? അരിഷ്ട മനുഷ്യൻ. ഞാനൊരു കാര്യം പറയാം, നമ്മൾ അരിഷ്ട മനുഷ്യരല്ല. നമ്മളെ ക്രിസ്തുവേശു പിടിവിച്ച ശ്രേഷ്ഠ മനുഷ്യരാ. ഇടം വലമിരിക്കുന്നവരോട് പറ, ഞാൻ അരിഷ്ട മനുഷ്യനല്ല, ക്രിസ്തുവേശു വിടുവിച്ച ശ്രേഷ്ഠ മനുഷ്യനാന്ന് പറ. നമ്മൾ ആരാ? ക്രിസ്തുവേശുവിൻ്റെ വിടുതൽ അനുഭവിച്ച ശ്രേഷ്ഠ മനുഷ്യരാ നമ്മൾ. അത് മനസ്സിലാകാതെ വരുമ്പോഴും നമ്മുടെ മേൽ കയറി ഇവൻ വാഹനമേറുന്നത്. സ്വതന്ത്രം. പക്ഷെ ഇന്ന് രാത്രി പറയണം, ഞാൻ വിടുതൽ പ്രാപിച്ച ശ്രേഷ്ഠ മനുഷ്യനാ. ഓക്കെ. ഈ അരിഷ്ട മനുഷ്യനെന്നും പറഞ്ഞ് നമ്മൾ ഇരുന്നാളുണ്ടല്ലോ, ആയുസ് മുഴുവൻ ഇരിക്കുന്നിടത്തിരിക്കാം. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്കൊരു മാറ്റം വേണമെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ മതിയോ? അല്ല ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം, കർത്താവ് ചലിക്കുന്ന ആരുടെ കൂടെയാണെന്നറിയോ? മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവന്റെ കൂടെയാ ദൈവം ചലിക്കുന്നേ. സ്വതന്ത്രം. ഞാൻ എൻ്റെ മനസ്സ് തുറന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 10-30 പേരുടെ നടുവിൽ കണ്ടക്കടവിൽ ആ കൊച്ചു വീട്ടിൽ, എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ ആരാധിച്ചുകൊണ്ടിരുന്നതാ. ടിറ്റസ് പേരൊക്കെ ഞങ്ങളുടെ അയൽവക്കക്കാരാ. ആ കൊച്ചു വീട്ടിനകത്ത് ആമേൻ ഒരു ഡബിൾ മുണ്ട് കൊടുത്ത്, അല്ലെങ്കിൽ ഒരു ലുങ്കി കൊടുത്ത്, ഒരു കൈലി കൊടുത്ത് വന്ന് ആ വീട്ടിനകത്തിരുന്ന് ആരാധിക്കുമ്പോൾ
ജോഷിപ്പാർഷ് പറയുന്ന മെസ്സേജും ദൂതുമൊക്കെ ഇന്റർനാഷണൽ മെസ്സേജാ. എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാ അപ്പച്ചന്മാരാ, ഒരെണ്ണമില്ല ചെറുപ്പക്കാരൻ, ഒറ്റെണ്ണമില്ല, എല്ലാ അപ്പച്ചന്മാരാ. ഈ പ്രസംഗം എല്ലാം കഴിയുമ്പോൾ എന്നോട് ജോഷിപ്പാർഷ് ചോദിക്കും, നിനക്ക് വല്ലതും മനസ്സിലായോ? ഞാൻ പറഞ്ഞു, മനസ്സിലായതൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിനോട് പ്രതികരിക്കാൻ അന്ന് ആ ചർച്ചിനകത്ത് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, എനിക്കിവിടെ ഇരിക്കാനൊക്കത്തില്ല, ഞാൻ ഇരിക്കത്തുമില്ല. വന്ന ദൂതെല്ലാം ചാടി വീണ് പിടിച്ചു. പറഞ്ഞിട്ട് രാത്രി വീട്ടിൽ പോയി അത് ഓർത്ത് പ്രാർത്ഥിക്കുകയും രാത്രി മുഴുവൻ ഇരുന്ന് അന്യഭാഷ പറയുകയും ചെയ്തു. സ്റ്റെപ്പായിട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി. ആമേൻ. വിവാഹത്തിന് സമയമാകുമ്പോൾ മണവാളൻ ഒരുങ്ങുന്നത് പോലെ ഞാൻ ആത്മാവിൽ ശൂന്യതയിൽ ഒരുക്കപ്പെടാൻ തുടങ്ങി. എങ്ങനെയാണെന്നറിയണ്ടേ? കേട്ടോ, ആരോടോ ദൂതായതുകൊണ്ട് പറയുക. അവ എൻ്റെ വീടിൻ്റെ സൈഡ് രണ്ടും തെങ്ങിൻ തോപ്പായതുകൊണ്ട് എല്ലാവരും ഉറങ്ങുന്ന രാത്രി 12 മണിക്ക് ഞാൻ തെങ്ങിൻ തോപ്പിലേക്ക് ഇറങ്ങിയിട്ട് അവിടെയുള്ള സകല തെങ്ങിനോട് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. ആദ്യത്തെ പ്രസംഗം ഉപവാസ പ്രാർത്ഥന ശൈലിയായിരുന്നു. തെങ്ങിനോട് ദൂത് പറയാൻ തുടങ്ങി. തെങ്ങിനെ നോക്കി രോഗസൗഖ്യമാകാൻ പറഞ്ഞു. പ്രവചിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോ അത് പ്രസംഗിച്ചതുപോലെ ഉപവാസ പ്രാർത്ഥനകളുടെ വേദി തുറക്കാൻ തുടങ്ങി. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഈ സ്റ്റൈലിൽ നിന്നാൽ ഉപവാസ പ്രാർത്ഥനയുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറും. ഇല്ല, എനിക്ക് ക്രൂസൈഡിൽ കയറണം. ക്രൂസൈഡിന്റെ മെസ്സേജുകൾ ഉണ്ടാക്കി രാത്രിയിൽ അവൻ മുറിക്കകത്ത് ക്രൂസൈഡിന്റെ പ്രസംഗിക്കാൻ തുടങ്ങി. ക്രൂസൈഡുകൾ ദൈവം ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ പ്രസംഗിച്ചു പോയ കേരളത്തിൽ കിടക്കും. ഇല്ല, കേരളം വിട്ടു പ്രസംഗിക്കണം. അതിനുവേണ്ട ദൂതുകൾ തയ്യാറാക്കണം. കഴിഞ്ഞ 22 വർഷമായിട്ട് പല രാജ്യങ്ങൾ പോയി പ്രസംഗിക്കുന്നു. ദൂത് മനസ്സിലായോ? നിങ്ങൾ വന്നതിന് ശേഷമല്ല ഞാൻ കറങ്ങാൻ തുടങ്ങിയത്. ഇവിടെ ഇരിക്കുന്ന പലരും ഇവിടെ വരുന്നതിന് മുമ്പേ ദൈവ യാത്രയുടെ വഴികൾ ദൈവം എനിക്ക് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി. എന്താ കാര്യമെന്നറിയാമോ? ദൂതിന്റെ വിശാലതകൾക്കനുസരിച്ച് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാറാൻ കഴിയത്തില്ല. ആമേൻ. ഞാൻ ഒന്നുകൂടി പറയുന്നു കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളോട് പറയുന്നത് ഇന്റർനാഷണൽ ദൂതാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ലോക്കൽ ദൂതിനനുസരിച്ച് ചലിക്കരുത്. നിങ്ങൾ ആ ലെവലിലേക്ക് ചലിക്കണം. ആ ലെവലിലോട്ട് ചലിക്കണം. ആ ലെവലിലോട്ട് ചലിക്കണം. ഒരു ഹല്ലേലൂയ പറ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം പറഞ്ഞേ. അപ്പൊ ആ രീതിയിലേക്ക് നിങ്ങൾ വരണം. അപ്പൊ നമ്മൾ ഈ അരിഷ്ടന്റെ പ്രാർത്ഥനയാ. അരിഷ്ടൻ എന്നും പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മൂങ്ങയാണ്, ഞാൻ വേഴാമ്പലാണ്, പിന്നെ ഞാൻ കുരുകില. മക്കളെ ഒന്ന് വായിച്ചേ ആ 102-ാം സങ്കീർത്തനത്തിൽ എനിക്ക് തോന്നുന്നു 21-15 വാക്യം. അതിൽ അരിഷ്ടം പറയുന്ന 3 പേരുണ്ട്. ആ പേരാ പൊളിയേണ്ടത്. ഒന്ന് വായിച്ചേ, വേഗം വായിച്ചോ. കിട്ടിയില്ല? 102-ാം സങ്കീർത്തനത്തിൽ 102-ാം സങ്കീർത്തനം എത്ര വാക്യ? 6-ാം വാക്യം. മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു. അരിഷ്ടന്റെ പ്രാർത്ഥനയിൽ അരിഷ്ടം പറയുന്നു, ഞാൻ ആരാ? മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു. ആരും ആമേൻ പറയരുതേ. ശൂന്യസ്ഥലത്തെ ചുമ്മാ പോലും ആമേൻ പറയല്ലേ. ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. ഞാൻ ആദ്യം ആരാന്നാ പറഞ്ഞേ? വേഴാമ്പൽ പോലെ. 15-ാമത്തെ ദിവസം ആരുടെ വേഴാമ്പലാവണ്ട. ഇനി ഒരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കണ്ട. മഴ പെയ്തുകൊണ്ടിരിക്കുക. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പലാണ്. ഞാൻ ശൂന്യ സ്ഥലത്ത് ഒറ്റക്കിരിക്കുന്ന മൂങ്ങയാണ്. പിന്നെ ഞാൻ ഉറക്കമളച്ചിരുന്നു. വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകും. 102-ാം സങ്കീർത്തനക്കാരൻ 3 പേരിട്ടു തനിക്ക്. ആ 3 പേരുകളൊന്ന് ഓടിച്ചു പറയാം. വേഴാമ്പലാണ്, മൂങ്ങയാണ്, കുരുകിലാണ്. നിങ്ങൾക്ക് ഈ 3 ജീവിയാകണോ? 105-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിലെ ജീവിയാവണോ? ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇത് സമയം എടുത്താലും കുഴപ്പമില്ല. നമുക്ക് സാവധാനം പോയാൽ പോരെ. വീട്ടിൽ ചെന്നിട്ട് ഒന്നും കഴിക്കാനൊന്നുമില്ല. അല്ല, 103-ന്റെ 5 ഞാൻ പറഞ്ഞേ. എന്റെ നാളുകൾ പുക പോലെ. അതല്ല മാഷ, 103-ന്റെ 5-ാം വാക്യം അല്ലേ?
നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം. ആദ്യം പറഞ്ഞ 3 ജീവി ആവണോ? 103-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ജീവി ആവണോ? നിശബ്ദമാണല്ലോ, ശബ്ദമില്ലല്ലോ. ഗസ്റ്റ് പാസ്റ്റർ അല്ലല്ലോ, സ്വന്തം പാസ്റ്റർ അല്ലേ? ഉറക്കെ പറ. എനിക്ക് വേഴാമ്പലാവണ്ട, എനിക്ക് മൂങ്ങായാവണ്ട, എനിക്ക് കുരികിലും ആവണ്ട. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് ആരാകണം? ആരാകണമെന്ന് ആലോചിച്ചിട്ട് വേണം ഈ പറയാൻ. ഞാൻ ആരാകണം? ഇതിപ്പോ മൂങ്ങ പറഞ്ഞ പോലെയാ പറഞ്ഞേ. കഴുകനെ പോലെ ആകണമെങ്കിൽ കഴുകൻ പറയുന്ന പോലെ ഒന്ന് പറഞ്ഞേ. ഒന്നാ ചിറകണക്കി പറഞ്ഞേ. ഒരു ഹല്ലേലൂയ എന്ന് ഉറക്കെ പറഞ്ഞേ. 15-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് രാത്രി എന്നോട് പറയാൻ പറഞ്ഞു, ദാ മൂങ്ങയ്ക്ക്, കുരികിലിന്, വേഴാമ്പലിന് കഴുകന്റെ ചിറക് മുളച്ചു. കഴുകന്റെ ചിറക് മുളച്ചു. ഒരു ഹല്ലേലൂയ പറ. 15-ാമത്തെ ദിവസം തൊട്ട് ആന്റി നമ്മളങ്ങ് പറക്കാൻ പോവുക. ഒരാമേൻ പറ. നമ്മളങ്ങ് പറക്കാം. ഇനി പിടിച്ചാ കിട്ടത്തില്ല. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. അവ ഇടം വല വിരിക്കുന്ന 2-3 പേരോട് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറ, ഞാൻ കഴുകനാകാൻ പോവുക. ഞാൻ ആരാകാൻ പോവുക? ഓ, ഒരു ഹല്ലേലൂയ പറ. ഞാൻ ആരാകാൻ പോവുക? സജി ആരാകാൻ പോവുക? സജി, നിന്റെ ദൈവം കർത്താവിന്റെ വേലക്കാ ദൈവം കണ്ടിരിക്കുന്നു. നിന്നെ ദൈവം ഇറക്കും. എനിക്ക് തോന്നുന്ന 2-ാമത്തെ ദൂത അല്ലേ? ഇത് 2-ാമത്തെ പ്രാവശ്യം മോനോട് ഈ ദൂത് പറയുന്നേ. ഇതൊരു കൺഫർമേഷനാ. നീ ഡെലിവറൻസ് ചർച്ചിലെ ശുശ്രൂഷകന്മാരുടെ കൂട്ടത്തിൽ നീ ഒരു ശുശ്രൂഷകനാക്കി ദൈവം നിന്നെ മാറ്റും. കർത്താവ് ഓടി വന്നേ. പരിശുദ്ധമെന്ന് പറയുക, നിന്നെ കർത്താവിന്റെ ശുശ്രൂഷയിൽ അതിശക്തമായ ഒരു ശുശ്രൂഷകനാക്കി ദൈവം നിന്നെ മാറ്റാൻ പോകുക. ഈ 15-ാമത്തെ രാത്രി ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവമഹത്വം ചലിക്കട്ടെ. ദൈവകൃപ ചലിക്കട്ടെ. അവൻ സ്നാനപ്പെടുന്നതിന് മുൻപ് അവന്റെ ശരീരത്തിൽ അഭിഷേകത്തിന്റെ തിളർപ്പ് ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. അപ്പൊ നമ്മൾ ആരാ? എനിക്ക് പോവാൻ സമയമായെങ്കിൽ ഒരു കുഴപ്പമില്ല. ബാക്കി യൂട്യൂബിൽ കേട്ടേക്കണം കേട്ടോ. ബാക്കി രാത്രി വീട്ടിൽ ചെന്ന് കേട്ടേക്കണേ. ഞാൻ കുറച്ച് കാര്യം കൂടി പറയും. അതുകൊണ്ടാ. സ്തോത്രം. എനിക്ക് പള്ളുരുത്തി പോണേ ഒറ്റക്ക. സ്തോത്രം. അപ്പൊ നമ്മൾ ആരാ? കഴുകന്റെ 5 ഗുണം. കഴുകന്റെ പറഞ്ഞപ്പോ തന്നെ എല്ലാരും പേനയൊക്കെ എടുത്തോ. കഴുകന്റെ 5 ഗുണം കേട്ടിട്ട് പോയിക്കോ. എന്തായാലും നമ്മൾ മൂങ്ങയല്ല, കുരികിലല്ല, വേഴാമ്പലല്ല, പിന്നെ ആരാ? പറഞ്ഞേ. എന്നാ കയ്യൊന്ന് വീശി പറ. ഞങ്ങൾ ആരാ? കഴുകന. 15-ാമത്തെ രാത്രി കഴുകന്മാരാകാൻ പോയ. കഴുകന്റെ 1-ാമത്തെ ഗുണം കുറിച്ച് വെച്ച 5 ഗുണങ്ങൾ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയും. 1, ഉയർന്ന പർവ്വതത്തിൽ അത് കൂടാരം വെക്കും. ഒരിക്കലും താഴെ കൂടുവെക്കുന്നവനല്ല കഴുകൻ കൂടുവെക്കുന്നതെന്നും ഉയരത്തിലാ. ദൂത മനസ്സിലായി സ്തോത്രം ചെയ്യേ. ഒരു കഴുകനും താഴ്വരയിൽ കൂടാരം വെക്കത്തില്ല. അവൻ ഒരു കഴുകന്റെ കൂടും താഴ്വരെ കാണില്ല. പമ ഏതെങ്കിലും പൊത്തിനകത്ത് അവൻ കൂടുവെക്കത്തില്ല. ഞാങ്ങണയുടെ ഇടയിൽ അവൻ കൂടുവെക്കത്തില്ല. അരുവിയുടെ നടുവിലുള്ള ഞാങ്ങണ കിടക്ക് ഒരു കഴുകനും കൂടുവെക്കില്ല. കഴുകന്റെ കൂട് അത് ഉയരത്തിലാ വെക്കുന്നത്. 2, അവൻ ഉയർന്ന പാറയുടെ മുകളിലാ കൂടുവെക്കുന്നത്. ഒരു ഹല്ലേലൂയ എന്ന് പറയാമോ? ഒരിക്കലും അവൻ എന്ത് ചെയ്യത്തില്ല? അവൻ താഴെ കൂടുവെക്കത്തില്ല. ഒരു ദൂത് ഞാൻ ഇതിനകത്തൊന്ന് പറയാ. കൊലോസ്യ ലേഖനം 3:1 പറയുന്നു, നിങ്ങൾ അവനോടൊപ്പം വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവരാ. നമ്മൾ ആരാ? കഴുകന്മാരാ. താഴെ ഉള്ളത് നമുക്ക് വേണ്ടെന്ന്, താഴത്തത് നമുക്ക് വേണ്ടെന്ന്. ഉയരത്തിലെ ചിന്ത, ഉയരത്തിലെ കൂട്, ഉയരത്തിന്റെ ചിന്തകൾ വസിക്കുന്ന
ഒരേ ഒരു മൃഗം, അത് കഴുകനാ. ഒരു ഹല്ലേലൂയ പറ. ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിക്കണേ. കഴുകൻ നോക്കുന്നത് എന്നാന്നറിയോ? കഴുകൻ എപ്പോഴും നോക്കുന്നത് കൂട് വെക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. കഴുകൻ ചിറകടിച്ച് ഈ അന്തരീക്ഷത്തിൽ അങ്ങ് പറക്കും. ശ്രദ്ധിക്കണേ, അന്തരീക്ഷത്തിൽ അങ്ങ് പറക്കും. പറന്നു പോകുമ്പോൾ 14 നിലയുള്ള ഒരു കെട്ടിടം അവൻ കണ്ടെന്നിരിക്കട്ടെ, 14 നിലയുള്ള. പിന്നെ കഴുകന്റെ പരിപാടി എന്നാന്നറിയോ? 14 നിലയേക്കാൾ ഉയർന്ന പർവ്വതം കണ്ടെത്തും. എന്ന് വെച്ചാൽ ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സകല കെട്ടിടങ്ങൾക്കും മീതെയുള്ള ഉയരത്തിൽ കൂടുവെക്കാൻ ചിന്തിക്കുന്ന ഒരേ ഒരു മൃഗമെന്ന് പറയുന്നത് കഴുകനാണ്. എന്റെയും നിങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? മനുഷ്യൻ പണിത കൈവേലക്കകത്ത് ഒതുങ്ങുന്നല്ല ദൈവം നമ്മെ വിളിച്ചത്. ഉയരത്തിലേക്കുള്ള ചിന്തകൾ, ഉയരത്തിലെ ചില കൂടുകൾ. താഴത്തത് ചിന്തിക്കരുത്, താഴത്തത് നോക്കരുത്, താഴത്തെ കാഴ്ചപ്പാട് വേണ്ട. ഒരൊറ്റ ദൂത് പറയോ, നമ്മുടെ ചിന്തകൾ ഉയരത്തിന്റെ ചിന്തയാ. ആമേൻ. സ്വതന്ത്രം ഒരല്ലല്ലോ. എന്താ ഈ നോക്കുന്നേ? ഞാന് ഇതിനകത്ത് ഇങ്ങനെ കൊത്തിപ്പറിക്കൊണ്ടിരിക്കുക. ആരായി കൊത്തിപ്പറിക്കുന്നേ? താഴെ കൊത്തിപ്പറിക്കുന്ന ആരാ? കോഴി. അത് ഈ താഴെ ഉള്ളതിനൊന്നും ചിക്കാൻ നമ്മെ കിട്ടില്ല. നമ്മൾ കൂട് വെച്ചിരിക്കുന്ന എവിടെയാ? ആരെങ്കിലും ഈ താഴോട്ടിട്ട് ചിരണ്ടെങ്കിൽ ഓർത്തോ, അവൻ ഇവിടെയാ കൂട് വെച്ചേക്കുന്നത്. പക്ഷെ നമ്മുടെ കൂട് അങ്ങ് സ്വർഗത്തില. ചിക്കാനും മാന്താനും ഒന്നും നമ്മെ കിട്ടത്തില്ല. ഇതിനകത്തൊന്നും നിരങ്ങ നമ്മളെ കിട്ടത്തില്ല. ഒരു ഹല്ലേലൂയ എന്ന് പറ. സ്തോത്രം. ഞാൻ ഈ നമ്മുടെ ചർച്ചിൽ മാത്രം കാണുന്നൊരു കാര്യം പറയാം. ഇവിടെ ആശീർവാദം പറഞ്ഞാൽ പിന്നെ ആരെയും കാണത്തില്ലല്ലോ. പക്ഷെ മറ്റ് സഭകളിൽ ചെന്ന് ആശീർവാദം കഴിഞ്ഞ് എല്ലാം കൂടെ നിന്ന് ചിന്നമ്മയുടെയും കുഞ്ഞമ്മയുടെയും മറ്റവൻ്റെയും മറിച്ചവൻ്റെയും ഒക്കെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ആശീർവാദം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയാൽ അതിന് അവസരം തുടക്കം തൊട്ട് കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ ഇവിടെ ഇട്ട് ചിരണ്ടാൻ വിളിക്കപ്പെട്ടവരല്ല, അവിടേക്ക് പോകാൻ വിളിക്കപ്പെട്ടവരാ. ഒരു ഹല്ലേലൂയ പറ. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. അവൻ ഒന്നാമത്തത്, എനിക്ക് അതിനകത്തൊന്ന് ഒത്തിരി കാര്യം പറയാനുണ്ട്. ഒന്ന്, അവൻ്റെ ഒരു ഗുണം എന്നാ? ഉയരത്തിൽ കൂട് വെക്കുന്നവനാ. രണ്ട്, അത് ഉയരത്തിലേ പറക്കൂ. എന്തെയ്യോ പറഞ്ഞേ? ഞാന് ഇത് പറയുന്ന കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇടിവെട്ടും മഴയും പേമാരിയും ഒക്കെ പെയ്തു. പല കാക്കയും പൊന്മാനും ഒക്കെ നമ്മൾ വളരെ സുന്ദരമായിട്ട് പേരിട്ട് വിളിക്കുന്ന എല്ലാം നനഞ്ഞ്. സ്വാതന്ത്ര അയിലേയും ചാളയും ചുട്ടുവെച്ചിരിക്കുന്ന പോലെ എല്ലാ പക്ഷികളും ഇരിക്കുമ്പോൾ ഏതെങ്കിലും കഴുകൻ നനഞ്ഞിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഫോട്ടോ ഒന്ന് കാണിച്ചു തരണേ. ആശിച്ച് കണ്ടിട്ടുണ്ടോ? എന്നാ കാര്യം എന്നറിയോ? പറഞ്ഞുതരാം, അത് പഠിച്ചോ. മഴ പെയ്തിറങ്ങുന്ന കാർമേഘങ്ങൾക്ക് മീതെ പറന്നു കയറും. അവൻ പറയും, ഇവിടെ പെയ്യുന്ന ഒരു മഴക്കും ഇവിടെ പെയ്തിറങ്ങുന്ന ഒരു പേമാരിക്കും എന്നെ ഒതുക്കാൻ കഴിയത്തില്ല. അതിൻ്റെ മീതെ ഞാൻ പറന്നു കയറും. ദൂത മനസ്സിലായോ? അവൻ കഴുകന്റെ രണ്ടാമത്തെ ഗുണം, ഇവിടത്തെ ഒരു പ്രശ്നത്തിനും അവനെ ഒതുക്കാൻ കഴിയത്തില്ല, അവനെ നനക്കാൻ കഴിയത്തില്ല, അവന്റെ ചിറകൾക്ക് ഭാരം കൊണ്ടുവരാൻ കഴിയത്തില്ല. അവനെ ഒതുക്കാൻ കഴിയുന്ന ഒരു മഴയും അവനെ ഒതുക്കാൻ കഴിയുന്ന ഒരു കാറ്റും അവനെ ഒതുക്കാൻ കഴിയുന്ന ഒരു വ്യാപാരിയും ഇവിടെ പെയ്യില്ല. അതിന്റെ മീതെ കയറും. ഒരു സ്വതന്ത്രം പറ, ഒരു ഹല്ലേലൂയ പറ. ഞാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവമക്കളെ നോക്കി ഒന്ന് പ്രവചിച്ചോട്ടെ. നിങ്ങൾ കഴുകന്മാരാണെന്ന് പറഞ്ഞോട്ടെ. ഒരു ശക്തിക്കും നിങ്ങളുടെ അവൻ താഴോട്ട് പിടിക്കാൻ കഴിയത്തില്ല. അവൻ ഒരു കോവിഡിനും ഒരു ദുരാത്മ മണ്ഡലങ്ങൾക്കും ഒരു പ്രശ്നങ്ങൾക്കും നിങ്ങളെ താഴോട്ട് പിടിക്കാൻ കഴിയത്തില്ല. നിങ്ങളെപ്പോഴും പറക്കുന്നത് പ്രശ്നങ്ങൾക്ക് മീതെയാ, പ്രതിസന്ധികൾക്ക് മീതെയാ. ഒരു ഹല്ലേലൂയ പറ.
ആമേൻ. അപ്പൊ കഴുകന്റെ ഗുണം എന്താ സജീസേ? പറ. എപ്പോഴും പ്രശ്നങ്ങൾക്ക് മീതെയാണവൻ. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? കുരുകിലിന്റെയും മൂങ്ങയുടെയും വേഴാമ്പലിന്റെയും വിഷയം എന്താണെന്നറിയാമോ? പെയ്തിറങ്ങുന്ന മഞ്ഞിനും പെയ്തിറങ്ങുന്ന പേമാരിക്കും താഴെയാ ഇവൻ നിൽക്കുന്നത്. പക്ഷെ കഴുകൻ നിൽക്കുന്നത് ഇതിന്റെ എല്ലാം മേതെയാ നിൽക്കുന്നത്. ആത്മാവി പ്രവചിച്ചുകൊണ്ട് എത്ര പേര് പറയും, ഇവിടെ പിശാചേ ഞാൻ കഴുകനാ, ഒരു പ്രശ്നത്തിനും താഴെയല്ല, ഒരു പ്രതിസന്ധിക്കും താഴെയല്ല, എനിക്കെതിരെ കൊണ്ടുവരുന്ന സകല പ്രതികൂലങ്ങൾക്കും മീതെയാ ഞാൻ പറക്കുന്നേ. സ്വതന്ത്രം. ഒരു ഹല്ലേലൂയ പറ. കഴിഞ്ഞ ദിവസം ഞാനും സിന്ധമ്മയും കൂടി സൗദി അറേബ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങൾക്ക് കിട്ടിയ സീറ്റ് നടുക്കത്തെ സീറ്റും ഡോർ സൈഡിലെ സീറ്റുവാ. ഞാൻ പിടിച്ചവളെ ആ സൈഡ് സീറ്റിലിരുത്തി. എന്നിട്ട് പറഞ്ഞു, അവിടെ ഇരുന്നോ, മേഘത്തിനകത്തൂടി പോകുന്നതൊക്കെ ചുമ്മാ കണ്ടോ. കുറച്ച് കഴിഞ്ഞ് ഫ്ലൈറ്റ് അങ്ങ് പൊങ്ങി. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതിന് അടിയിലങ്ങ് പോയപ്പോ ഇവളെന്നെ തോണ്ടിയിട്ട് പറയുക, നോക്കിക്കേ താഴെ മേഘക്കൂട്ടം നോക്കിക്കേ. ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ എന്ന് വെച്ചാൽ മേഘം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ മേഘങ്ങൾക്ക് മീതെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ഇത്ര 1000 അടി ഉയരത്തില, ആ സ്ക്രീനിൽ അത് കാണുന്നുണ്ട്, ഇത്ര 1000 അടി ഉയരത്തിലാ പോകുന്നേ. പിന്നെ നീ ഇപ്പൊ താഴോട്ട് നോക്കുമ്പോ കാണുന്നത് അത് മേഘമാ. ആ മേഘപ്പാളികൾക്ക് മീതെ കൂടിയാ ഇപ്പൊ നമ്മ പറക്കുന്നത്. എന്നെ കേൾക്കുന്ന അഭിഷിക്തനെ, നീ കഴുകനാണെങ്കിൽ സകല പ്രശ്നങ്ങളുടെയും മീതെ നീ പറന്നു കയറും. ആത്മാവി ദൂത പറയുന്നു, അവൻ വിശ്വസിക്കുന്നവർ ആമേൻ പറ. അതിന്റെ മീതെ നീ കയറും. ആമേൻ പറ. അതിന്റെ താഴെ പറക്കത്തില്ല, അതിന്റെ മീതെ നീ കയറ്, അതിന്റെ മീതെ പറക്കോ, അതിനെ നീ മൈൻഡ് അരുത്. ഇപ്പൊ ഞാൻ എത്ര എണ്ണം പറഞ്ഞു? 3 അല്ലേ നേരത്തെ പറഞ്ഞു? 3-ാമത്തെ അല്ലേ നേരത്തെ പറഞ്ഞു? പിന്നെ നിങ്ങൾ നോക്കുന്നുണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം ഞാൻ പറഞ്ഞേ? 5 എണ്ണം. 3-ാമത്തെ വിഷയം എന്താണെന്നറിയാമോ? കഴുകന്റെ കണ്ണിന് ഭയങ്കര കാഴ്ചയാണ്. 3.5 കിലോമീറ്റർ 5 കിലോമീറ്ററിനും 3.5 കിലോമീറ്റർ ദൂരത്തിൽ ഇരുന്നു കൊണ്ട് അവന്റെ ശത്രുവിനെ കാണാനുള്ള കണ്ണുകൾ കഴുകനുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് എത്ര വില കൂടിയ ലെൻസ് വെച്ചാലും 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ ദൂരെ കാഴ്ച നമുക്ക് എത്ര ലെൻസ് പവർ ഉള്ളത് വെച്ചാലും ഇല്ല. പക്ഷെ കഴുകന്റെ പ്രത്യേകത 5 കിലോമീറ്ററിന് 3.5 കിലോമീറ്റർ ദൂരത്തിരുന്നു കൊണ്ട് അവന് വരുന്ന ശത്രുവിനെ കാണാൻ കഴിയും. നീ കഴുകനാണെങ്കിൽ, കഴുകൻ കണ്ണുകൾ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ദൂരത്തിൽ നിന്ന് നിനക്കും നിന്റെ കുടുംബത്തിനുമെതിരെ കയറി വരുന്ന പൈശാചിക മണ്ഡലത്തെ നിനക്ക് കാണാൻ കഴിയും, അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയും, അതിനെ ഒതുക്കാൻ കഴിയും. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ. ഇനി 4 കഴുകന്റെ 4-ാമത്തെ പ്രത്യേകത, കുറച്ച് കഴിയുമ്പോ ഉണ്ടല്ലോ ഈ കഴുകൻ ഇങ്ങനെ നല്ല പ്രസരിപ്പിലും നല്ല ചുള്ളനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ കഴുകനൊരു പ്രത്യേകത, ചുണ്ട് ഈ ചുണ്ടിങ്ങനെ ചുളുങ്ങാൻ തുടങ്ങും, ചുണ്ട് ഇങ്ങനെ മൊരഞ്ഞു വരാൻ തുടങ്ങും, ചിറകിന് ഭാരമേറും. അപ്പൊ കഴുകൻ തന്നെ ഉയരത്തി കയറിയിട്ട് ഈ ചുണ്ട് പാറയിൽ കൊത്തി എന്ത് ചെയ്യും? ചുണ്ടങ്ങ് പോകും. കുറച്ച് ഇതങ്ങ് അടന്നങ്ങ് പോകും. പിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു കാലുകൊണ്ട് ഒറ്റക്കാലിൽ നിന്നിട്ട് മറ്റേ കാലുകൊണ്ട് ഈ കഴുകന്റെ തൂവല് ഇവൻ തന്നെ പറിച്ചു കളയും. സ്വത്രം. ദൂരത്ത് നിൽക്കുന്ന പിശാചിക്കൽ പറയും, തീർന്നടാ, നിന്റെ പരിപാടി കഴിഞ്ഞു. ഏതാനും ദിവസം കഴിയുമ്പോ പുതിയ ചുണ്ട് വിട്ടുപോയ ചുണ്ടിന് വയലറ്റ് നിറമായിരുന്നു. ദാണ്ട് ഇപ്പൊ വന്നിരിക്കുന്ന നല്ല ഇളം റോസ് കളറിലെ ചുണ്ട്. നേരത്തെ ഉണ്ടായ ചിറകുകൾ ഒരൽപ്പം മ്ലാനത പിടിച്ച ചിറകായിരുന്നു. ഇപ്പൊ വന്നിരിക്കുന്നത് നല്ല വിശറി പോലെ പുതിയ ചിറകുകൾ. എന്ന് വെച്ചാലേ യൗവനം പുതുക്കി കിട്ടുന്ന ഒരൊറ്റ പക്ഷി ഉലകത്തിൽ ഉണ്ടെങ്കിൽ അത് കഴുകന് മാത്രമാ. 1000 വർഷം കഴിഞ്ഞാലും അതിന്റെ യൗവനം പുതുങ്ങുന്നത് പോലെ പുതുക്കി വരും. ദൈവത്തിന് സ്വതന്ത്രം പറ. ഇന്ന് രാത്രി 45 വയസ്സ് കഴിഞ്ഞ എല്ലാവരും ഒന്ന് കരമുയർത്തിക്ക്. 45 വയസ്സ് കഴിഞ്ഞ ആത്മാവ്
കർത്താവ് ഞാൻ പ്രവചിച്ചു പറയുന്നു, നിന്റെ യൗവന ഇന്ന് രാത്രി ദൈവം പുതുക്കാൻ പോകുക. ആ ക്ഷീണങ്ങൾ മാറാൻ പോകുക, ആ ബലഹീനതകൾ മാറാൻ പോകുക. ആമേൻ, 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 ആമേൻ. കരമടിച്ചൊന്ന് ആരാധിച്ചു. ഓ റിബാനബ സന്തലാരബാല ഉടൽ കരകദല പ്രൗഢബലഘടകക്ഷനാദലാന. ആമേൻ, ആമേൻ. ഇപ്പൊ എത്രണ്ണമായി? 4ആയി. 5ാമത്തെ കഴുകന്റെ പ്രത്യേകത അറിയാമോ? ഉലകത്തിൽ വെച്ച് തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പാർക്കാൻ കൂട്ടിവെച്ച കൂട് ഇളക്കിപ്പറിച്ച് കൊത്തിപ്പറിച്ച് കൂടിളക്കി കളയുന്ന ഒരൊറ്റ ജീവി ഉലകത്തിലുണ്ടെങ്കിൽ അത് കഴുകനാ. മനസ്സിലായില്ലല്ലേ? പറഞ്ഞുതരാം. അതിനകത്ത് ലാസ്റ്റ് ദൂത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതും മനസ്സിലാകണമെങ്കിൽ ആമേൻ, ആമേൻ, ഈ കൂട് കഴുകൻ ഉണ്ടാക്കുന്നത് പഠിക്കണം. കഴുകൻ കൂടുണ്ടാക്കുന്ന ഒരു സ്റ്റൈല് ഞാൻ ആദ്യം പറയാം. ആദ്യം ഈ കൂട് വെക്കുമ്പോൾ മുള്ളുണ്ടല്ലോ, മുള്ള് കൊത്തിക്കൂടെ വന്നിട്ട് മുള്ളിങ്ങനെ കൂട്ടി വെക്കും. എന്ത് വെക്കും? മുള്ള് കൂട്ടി വെക്കും. കഴുകൻ്റെ കൂട് കിട്ടിയ എടുക്കണേ. അവൻ മുള്ളിങ്ങനെ കൂട്ടി വെക്കും. എല്ലാ ഷാർപ്പായ മുള്ള് കൊത്തിക്കൊണ്ട് വന്ന് ഈ പാറയുടെ പുറത്ത് ആദ്യം എന്ത് ചെയ്യും? ഈ മുള്ള് വെക്കും. ഈ മുള്ളിൻ്റെ പുറത്ത് രൂപം ഗുണമില്ലാത്ത കല്ലുകളും അതുപോലെയുള്ള ശിഖര കൊമ്പുകളും കൊണ്ടുവന്ന് ഇതിൻ്റെ പുറത്ത് വെക്കും. കൂർത്ത കല്ലുകളും കുത്തിയാൽ വേദനിക്കുന്ന ശിഖര കൊമ്പുകൾ കൊണ്ടുവന്ന് ഈ മുള്ളിൻ്റെ പുറത്ത് കാണുന്നതാ കൂട്ടി അങ്ങ് വെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ആമേൻ സ്തോത്രം, ഈ കല്ലിൻ്റെയും കൂർത്ത കമ്പിൻ്റെയും പുറത്ത് പഞ്ഞികൾ കൊണ്ടുവന്ന് വെക്കും. പഞ്ഞിയും അതുപോലെ കമ്പിളി നാരുകളും കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ മേലെ സ്വന്തം തൂവലുകൾ പറിച്ചു വെച്ച് മൃദുലമാക്കി കുഞ്ഞുങ്ങൾക്ക് കൂടൊരുക്കി വെക്കും. ഒരു സ്തോത്രം പറഞ്ഞേ. അതിനകത്ത് മുട്ടയിടും, അതിനകത്ത് കൊണ്ടുവന്ന് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കും. ഒരു സ്തോത്രം പറ. ഓരോ ദിവസവും ഈ അമ്മ കഴുകൻ ഈ കുഞ്ഞുങ്ങളെ നോക്കും. എന്താ നോക്കുന്നറിയോ? എൻ്റെ കുഞ്ഞിൻ്റെ ചിറകിൻ്റെ നീളം എത്രയായി? ഇച്ചിരിയായി, ഒരിത്തിരി കൂടിയായി. ഏകദേശം ആ ചിറകൊന്ന് അനക്കാൻ പാകമാകുമ്പോ ഈ തള്ളക്കഴുകൻ വന്നിട്ട് എന്നാ ചെയ്യുമെന്നറിയാ? ഈ കമ്പിളിയും പഞ്ഞിയും കൊത്തി അങ്ങ് പറത്തി കളയും. അപ്പോ കമ്പിളിയും പഞ്ഞിയും പോയാൽ പിന്നെ താഴെ എന്നാ? കല്ലാണ്. കല്ലും മുള്ളും. ഇതിനകത്ത് കിടന്ന് ഈ കഴുകന്റെ കുഞ്ഞുങ്ങൾ ആ കംഫർട്ട് സോൺ എന്ത് ചെയ്യും? ദൈവം എടുത്തു കളയും. ഇപ്പോ ചിറകനക്കുമ്പോൾ അവിടെ കൊള്ളും, ഇവിടെ കൊള്ളും. ഇങ്ങനെ കൊണ്ട് കഴുകൻ കുഞ്ഞുങ്ങൾ അസ്വസ്ഥമാകുമ്പോ ഇവൻ അടുത്ത് എന്നാ ചെയ്യുന്നറിയോ? ആ കല്ലും കൊമ്പും കൂടി അങ്ങോട്ട് കുത്തിക്കളയും. പിന്നെ താഴെ എന്താ? മുള്ള്. ആ മുള്ള് കുത്താൻ തുടങ്ങുമ്പോ പതുക്കെ ഇവനിങ്ങനെ ചിറകെടുത്തടിക്കാൻ തുടങ്ങും. ഒരല്ലലിയോ പറ. ഇപ്പൊ ദൂത് മനസ്സിലായി കാണും. നല്ലതുപോലെ സുഖിച്ചിരുന്നപ്പോ ആ പഞ്ഞിയും തുണിയും കൊത്തിക്കളഞ്ഞത് ആ മുള്ളിന്റെ പരുവത്തിലേക്കൊരു സോണിലോട്ട് നിന്നെ കൊണ്ടുവന്നത് എന്തിനാന്നറിയോ? നിന്നെ കൊല്ലാനല്ല, നീ താനെ ഒന്ന് പറക്കാനാ. നീ പറക്കുന്നത് കാണാൻ കൊതിക്കുന്ന ഒരു തള്ളക്കഴുകൻ ഇതാ ഈ കൂടിനകത്തുണ്ട്. അവൻ ആഗ്രഹിക്കുന്നത് നീ താനേ ഒന്ന് പറക്കാനോ. അമ്മേ ഒരല്ലലി ഒന്ന് പറഞ്ഞേ. എന്നിട്ട് ഈ കരുണയില്ലാത്ത കഴുകൻ, തള്ളക്കഴുകൻ ചെയ്യുന്നത് എന്നാന്നറിയോ? ആ കൂടുണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ? ലാസ്റ്റ് ആ മുള്ളിന്റെ കൂട് കൊത്തി ഇങ്ങനെ പറിച്ചു കൊണ്ടുവന്നിട്ട് താഴോട്ട് കളയും. ഇതിനാ പറയുന്ന കഴുകൻ തൻ്റെ കൂട് ഇളക്കും എന്ന് പറഞ്ഞ്. കൂട് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് രക്ഷയില്ല. നേരെ
ഏകദേശം 25,000 അടി ഉയരത്തിൽ നിൽക്കുന്ന പർവ്വതത്തിൽ നിന്നും ഈ കുഞ്ഞുങ്ങൾ നിലം പരിശാകത്തക്ക രീതിയിൽ താഴോട്ട് വീഴാൻ തുടങ്ങും. താഴോട്ട് വീഴാൻ തുടങ്ങുമ്പോൾ തള്ളക്കഴുക പറന്നു വന്ന് വീഴുന്നതിന് മുമ്പേ ചിറക് വിരിച്ച് ആ ചിറകിലോട്ട് കയറ്റും. എന്നിട്ട് വീണ്ടും പറക്കും. എന്നിട്ട് വീണ്ടും കൊണ്ടുപോയി ഇടും. വീണ്ടും താഴോട്ട് വീഴുമ്പോൾ ചിറക് വിരിക്കും. ഇങ്ങനെ പല പ്രാവശ്യം താഴത്തോട്ടിട്ട് പല പ്രാവശ്യം ചിറകിൽ കൂട്ടി പിന്നെയും കയറ്റി പിന്നെയും ചിറകിനകത്ത് കയറ്റി 10 പ്രാവശ്യം കഴിയുമ്പോ അത് നിലം പരിച്ചാകാതെ അത് തന്നെ പറക്കാൻ തുടങ്ങും. ദൂത മനസ്സിലായോ? നിന്റെ കൂടനക്കുന്നത് നിന്നെ കൊല്ലാനല്ല, നീ പറക്കാനാ. ദൂത മനസ്സിലായവ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. നിന്റെ കൂടനക്കുന്നത് ആ മുള്ളിന്റെ അനുഭവത്തിലേക്ക് ദൈവം മാറ്റുന്നത് ആ പഞ്ഞി കൊത്തി പറിച്ചത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ലോ. അമ്മേ, ദൈവം ആ കൂടിളക്കും. ചിലരുടെ കൂടൊക്കെ ദൈവം ഇളക്കും. കരുണയില്ലാഞ്ഞിട്ടല്ലെന്നേ, നീ പറന്ന് കയറുന്നത് തള്ളക്കഴുകനൊന്ന് കാണണം. സ്വതന്ത്രം പറഞ്ഞേ, ഇതാണ് കഴുകന്റെ 5 ഗുണങ്ങൾ. പക്ഷേ എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ടതും എൻ്റെ കണ്ണ് നിറഞ്ഞതും അവസാനത്തെ കാര്യമാണ്. ഇത്രയും നല്ല രീതിയിൽ ഉണ്ടാക്കിയ കൂട് എന്തിനാണ് തള്ളം കഴുകെ അവൻ ഇങ്ങനെ പൊളിച്ച് കളഞ്ഞതെന്ന് ചോദിച്ചാൽ ആ കഴുകനൊറ്റ മറുപടിയേ ഉള്ളൂ. ഈ കൂടിനകത്ത് ഇവരിയ്ക്കുന്നിടത്തോളം കാലം ഇവർ ചുമ്മാ ആർട്ടിഫിഷ്യലായി പോകും. എനിക്കങ്ങനെ വേണ്ടെന്നേ. എനിക്ക് വേണ്ടത് എന്നെപ്പോലെ ഉയരത്തി പറക്കുന്ന കുറെ കുഞ്ഞുങ്ങളെയാ വേണ്ടത്. ദൂത മനസ്സിലായോ? എന്നെപ്പോലെ ഉയരത്തി പറക്കുന്ന, എന്നെ പോലെ പ്രതിസന്ധിയുടെ മീതെ പറക്കുന്ന, പ്രതികൂലത്തിന്റെ മീതെ പറക്കുന്ന ഒരുപാട് കഴുകൻ കുഞ്ഞുങ്ങള് ഇന്ന് രാത്രി എനിക്ക് വേണം. ദൈവാത്മ പറയുന്നു, നിന്റെ യൗവനം ഇന്ന് രാത്രി കഴുകനെ പോലെ പുതുകി വരും. ഒന്ന് ചേർന്ന് പറഞ്ഞ്, കൂടുകളെ കൂടെ കൂടിയിളക്കി പറക്കുവാനായി നമ്മെ, കൂടുകളെ കൂടെ കൂടിയിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകൾ അതിന്മേ വഹിച്ചു നമ്മെ. നീലം പരിച്ചായി നാം നശിച്ചിടാതെ പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് തന്ന ആഴമേയ ദൂതിനായ സ്തോത്രം. അതേ കർത്താവേ, ഈ രാത്രി ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ ആമേൻ സ്തോത്രം കുരികിലല്ല. പറ ഞങ്ങൾ കുരികിലല്ല, ഞങ്ങൾ മൂങ്ങയുമല്ല, ഞങ്ങൾ വേഴാമ്പലുമല്ല, ഞങ്ങൾ കഴുകന്മാരെ പോലെയാണ്. ഞങ്ങൾക്ക് മീതെ ഞങ്ങളെ നനക്കാൻ, ഞങ്ങളെ കുതിർത്ത് കളയാൻ, ഞങ്ങളുടെ ചിറകിന് ഭാരം വരുത്താൻ പെയ്തിറങ്ങുന്ന പേമാരിയും ആ ഇടിവെട്ടും മിന്നലും ആ പ്രകൃതി ക്ഷോഭങ്ങൾക്ക് മീതെ പറന്നു കയറാൻ ഞങ്ങളുടെ ചിറകുകൾക്ക് ബലം തരുന്ന ദൈവകൃപയ്ക്ക് ഇന്ന് രാത്രി ഞങ്ങൾ നന്ദി പറയുന്നു. ആത്മാവിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഒരു പ്രതിസന്ധിക്കും ഞങ്ങളുടെ ചിറകിനെ റബ്ബർ ബാൻഡ് ഇടാൻ കഴിയത്തില്ല. ഒരു പ്രതികൂലത്തിനും ഞങ്ങളുടെ ചിറക് മുറിച്ച് കളയാൻ കഴിയത്തില്ല. ഞങ്ങൾ പറന്ന് കയറും. കാരണം ഞങ്ങളുടെ ചർച്ചിന്റെ പേര് ഡെലിവറൻസ് ചർച്ച് എന്ന്. ഞങ്ങൾ പറന്ന് കയറും. ഞങ്ങളുടെ കുടുംബങ്ങൾ പറന്ന് കയറും. ഞങ്ങൾ കേൾക്കുന്ന പ്രതിസന്ധിയോ, ഞങ്ങൾക്കെതിരെ വരുന്ന രോഗമോ, കഷ്ടതയോ, ഞെരുക്കമോ, കടഭാരമോ, ഇതൊന്നും ഞങ്ങളുടെ ചിറകിനെ റബ്ബർ ബാൻഡ് ഇടില്ല. ഞങ്ങൾ പറന്നു കയറും.